ഹലോ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ദ ഡയമെൻഷൻ ഓഫ് എ വെക്റ്റർ സ്പേസ് ആയിരുന്നു. ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ദ നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ഇൻ എ ബേസിസ് ഫോർ വി. ഒരു വെക്റ്റർ സ്പേസ് വിയുടെ ബേസിസിലുള്ള നമ്പർ ഓഫ് വെക്റ്റേഴ്സിനെയാണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം ഫണ്ടമെൻ്റൽ തിയറംസ് ആണ്. അതായത് ഡയമെൻഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് തിയറംസ് ആണ്. അതിൽ ഫസ്റ്റ് തിയറാണ് പ്ലസ് ഓർ മൈനസ് തിയറം. അപ്പോൾ എന്താണ് പ്ലസ് ഓർ മൈനസ് തിയറം പറയുന്നതെന്ന് നോക്കാം. ലെറ്റ് എസ് ബി എ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ എ വെക്ടർ സ്പേസ് വി. എസ് എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസിൻ്റെ നോൺ എംപ്റ്റി സബ്സെറ്റാണ്. അതുപോലെ ഇഫ് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആൻഡ് വി ഈസ് എ വെക്ടർ ഇൻ വി. എസ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, വി എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആൻഡ് വി ഈസ് എ വെക്ടർ ഇൻ വി. വെക്ടർ സ്പേസിലുള്ളൊരു വെക്ടറാണ് സ്മോൾ വി. അതുപോലെ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. That is outside of a span S, then S union V that result by inserting V into S is still linearly independent. അതായത് ഒരു V എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ V എന്ന് പറയുന്നത് വെക്ടർ സ്പേസിലുള്ള ആൾ തന്നെയാണ്. പക്ഷേ എവിടെയാണുള്ളത്? സ്പാൻ എസിൻ്റെ ഔട്ട്സൈഡിലാണ് ആ വിയുടെ പൊസിഷൻ. സ്പാൻ എസിലുള്ള ആളല്ല ആര്? വി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എസ് യൂണിയൻ സെറ്റ് വി എന്ന് പറയുന്നത് എസ്സിലേക്ക് വിയും കൂടെ എന്ത് ചെയ്തതാണ്? ഇൻസേർട്ട് ചെയ്തതാണ് അല്ലേ? എസ്സിൽ ഇല്ലാത്തൊരാളാണ് വി, അതിലേക്ക് വിയും കൂടി എന്ത് ചെയ്താൽ ഇൻസേർട്ട് ചെയ്താൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് തന്നെ ആയിരിക്കുന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. എസ് ഓൾറെഡി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതിൽ എസ്സിലില്ലാത്തൊരു വീനും കൂടി ഇൻസേർട്ട് ചെയ്താൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡിലേക്ക് പോവാം. ഇപ്പോൾ നോക്കുക, എസ് ഇസ് ഈക്വൽ ടു സെറ്റ് V1 V2 V3 എക്സെട്ര VR. അതായത് എസ് എന്ന് പറയുന്ന സെറ്റിൽ ഉള്ള വെക്ടേഴ്സ് V1 V2 V3 എക്സെട്ര VR. അവ എസ്സിലുള്ള എലമെൻറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് വി, സ്മോൾ ലെറ്റർ വി ബി എ വെക്ടർ ഇൻ വി. വി എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി വെക്ടർ സ്പേസിലൊരു വെക്ടറാണ്, പക്ഷേ ഔട്ട്സൈഡ് ഓഫ് സ്പാനസിൻ്റെ പുറത്താണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ S1 ആയിട്ട് നമ്മൾ എടുക്കുന്നത് എസ് യൂണിയൻ സെറ്റ് വി എന്ന് പറഞ്ഞിട്ട് S1 എടുക്കുന്നു. അതായത് എസിൻ്റെ കൂടെ ആരും കൂടി ഇൻസേർട്ട് ചെയ്തു, വിയും കൂടി ഇൻസേർട്ട് ചെയ്തതിനെ നമ്മൾ S1 എന്ന് വിളിക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് S1 എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. എസ് ഓൾറെഡി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, അതിലേക്ക് വിയും കൂടി ഇൻസേർട്ട് ചെയ്താൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ സ്കേലാറുകൾ K1 K2 K3 എക്സെട്ര KR+1 എന്ന് പറയുന്ന സ്കേലാറുകൾ കൺസിഡർ ചെയ്യുമ്പം ലീനിയർ കോമ്പിനേഷൻ കൺസിഡർ ചെയ്യുന്നു. K1 V1 പ്ലസ് K2 V2 പ്ലസ് എക്സെട്ര KR VR പ്ലസ് KR+1 V ഈക്വൽ ടു 0 എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇതിലുള്ള എല്ലാ സ്കേലാറുകളും എന്താവണം? 0 ആവണം. നമ്മൾ ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ് V1 V2 V3 എക്സെട്ര VR എന്ന് പറയുന്നത്. V1 V2 V3 എക്സെട്ര VR എന്ന് പറയുന്നത് ഓൾറെഡി എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം K1 V1 പ്ലസ് K2 V2 പ്ലസ് എക്സെട്ര KR VR ഈക്വൽ ടു ഓൾറെഡി എന്താണ്? 0 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ മുകളിലത്തെ ഇക്വേഷൻ 1 നോക്കിയേ, ഈ K1 V1 പ്ലസ് K2 V2 പ്ലസ് K3 V3 പ്ലസ് എക്സെട്ര KR VR ഓൾറെഡി ഈക്വൽ ടു എന്താണ്? 0 ആണ്. എപ്പം? K1 K2 K3 ഒക്കെ 0 ആകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ KR+1 V എന്തായിരിക്കും? ഡെഫിനറ്റ്ലി 0 ആയിരിക്കും. KR+1 V എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ KR+1 V 0 ആകുമ്പോൾ നോക്കിയേ, K1 പ്ലസ് K2 പ്ലസ് K3 പ്ലസ് എക്സെട്ര KR ഈക്വൽ ടു 0. അതായത് V1 V2 V3 VR എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇത് മുതൽ ഇവിടെ വരെയുള്ള ഓൾറെഡി എന്താണ്? ഈക്വൽ ടു 0 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ KR1 പ്ലസ് V എന്ന് പറയുന്നത് 0 ആവാൻ
എന്ത് KR+1 എന്താവണം 0 ആവണം. അപ്പം അതിലേക്ക് ഒരാളും കൂടി വി എന്ന് പറയുന്ന ഒരാളെയും കൂടി എസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്തു ഇൻക്ലൂഡ് ചെയ്താലും എന്തായിരിക്കും S1 എന്ന് പറയുന്നത്, അതായത് എസ്സിലേക്ക് നമ്മൾ വീനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പോലും അതെന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് തന്നെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്ലസ് ഓർ മൈനസ് തിയർ എന്നല്ലേ, അതേപോലെ പ്ലസ് തിയറാണ്. മൈനസ് തിയർ നോക്കുമ്പോൾ വി ഈസ് എ വെക്ടർ ഇൻ എസ്. വി എന്ന് പറയുന്നത് എസ്സിലുള്ള ഒരാളാണ്. നേരത്തെ വി എന്ന് പറയുന്നത് എസ്സിന് പുറമുള്ള ഒരാളായിരുന്നു. ദാറ്റ് ഈസ് എക്സ്പ്രസിബിൾ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ്. അങ്ങനെയാണ് എസ്സിലുള്ള എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്ന ഒരാളാണ് വി. ആ വി എന്ന് പറയുന്നത് എസ്സിലുള്ള ഒരാൾ തന്നെയാണ്, നേരത്തെ എസ്സിലുള്ള ആളല്ലായിരുന്നു. ഇനി എസ് മൈനസ് വി, എസ് മൈനസ് സെറ്റ് വി ഡിനോട്ട്സ് ദ സെറ്റ് ഒബ്റ്റൈൻഡ് ബൈ റിമൂവിങ് വി ഫ്രം എസ്. എസ് നിന്ന് വി ഒഴിവാക്കിയ സെറ്റിനെയാണ് നമ്മൾ എസ് മൈനസ് വി എന്ന് പറയുന്നത്. അതിനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, സ്പാൻ എസ് ഇസ് ഈക്വൽ ടു സ്പാൻ എസ് മൈനസ് വി. സ്പാൻ എസ് എന്ന് പറയുന്നതും സ്പാൻ എസ് മൈനസ് വി എന്ന് പറയുന്നതും സെയിം തന്നെയാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, നേരത്തെ പോലെ എസ് എടുക്കുന്നു. എസ് V1 V2 എക്സെട്ര VR, V1 V2 V3 എക്സെട്ര VR ആണ് എന്ത് എസ്. അതിലുള്ള ഒരാളാണ് ആര് വി എന്ന് പറയുന്നത്, അതിലുള്ള ഒരാളാണ് വി. ആ വി ആയിട്ട് നമ്മൾ VR എടുക്കുന്നു. ജനറാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ VR എന്ന് പറയുന്ന ആളാണ് അതിലുള്ള വി എന്നെടുക്കുന്നു. അതായത് ബാക്കിയുള്ള എലമെൻറ്റുകളുടെയൊക്കെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എലമെൻ്റാണ് എന്ത് വി എന്ന് പറയുന്നത്. അത് നമ്മൾ VR ആയിട്ട് എടുക്കുന്നു. അപ്പോൾ VR ഇസ് ഈക്വൽ ടു ബാക്കിയുള്ള എലമെൻറ്റുകളുടെയൊക്കെ ലീനിയർ കോമ്പിനേഷൻ, അതായത് C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര CR-1 VR-1 എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം ഇത് സ്കേലാറുകളാണ് C1 C2 C3 എക്സെട്ര CR-1 എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്, അങ്ങനെയാണെങ്കിൽ സ്പാൻ എന്താ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ, പ്രൂഫിൽ പറയുന്നത് സ്പാൻ എസ് ഇസ് ഈക്വൽ ടു സ്പാൻ എസ് മൈനസ് വി. സ്പാൻ എസ്സും സ്പാൻ എസ് മൈനസ് വിയും എന്താണ് ഈക്വൽ ആണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നോക്കിയേ, എസ് മൈനസ് വി എന്ന് പറയുന്നത് എസ് മൈനസ് വി ആറിന് ഈക്വൽ ആണ്. അത് വി തന്നെയാണ് എന്തോ VR. അതിനെയാണ് നോക്കിയേ, സ്പാൻ എസ് മൈനസ് വി എന്ന് പറഞ്ഞാൽ ബിലോങ്സ് ടു എന്താണ്, സബ്സെറ്റ് ഓഫ് എസ് ആണ് അല്ലേ. എസ് സ്പാൻ എസ്സിൻ്റെ ഒരു സബ്സെറ്റാണ് എന്ത് സ്പാൻ എസ് മൈനസ് വി. കാരണം എന്താ, എസ്സിൻ്റെ ഒരു സബ്സെറ്റാണ് എന്ത് എസ് മൈനസ് വി, എസ്സിൻ്റെ ഒരു സബ്സെറ്റാണ് എസ് മൈനസ് വി. അതുപോലെ തന്നെയാണ് അപ്പോൾ സ്പാൻ എസ്സിൻ്റെ സബ്സെറ്റാണ് എന്ത് സ്പാൻ എസ് മൈനസ് വി. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു W എന്ന് പറയുന്ന ഒരാളെ കൺസിഡർ ചെയ്യുന്നു. ഒരു ആർബിട്രറി എലമെൻറ്റ് സ്പാൻ എസ്സിലുള്ള ഒരാളാണ് ആര് W. സ്പാൻ എസ്സിലുള്ള ഒരാളാണ് ആര് W. അങ്ങനെയാണെങ്കിൽ Wനെ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് ആയിട്ട് എഴുതാൻ പറ്റും. കാരണം സ്പാൻ എസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, എസ്സിലുള്ള എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷനെയാണ് നമ്മൾ സ്പാൻ എസ് എന്ന് വിളിക്കുക. അപ്പോൾ അതിലുള്ള ഒരാളാണ് W എന്നുണ്ടെങ്കിൽ, സ്പാൻ എസ്സിലുള്ള ഒരാളാണ് W എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, W ഇസ് ഈക്വൽ ടു ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ്. എസ്സിലുള്ള എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതുന്നു. അത് W ഇസ് ഈക്വൽ ടു K1 V1 പ്ലസ് K2 V2 പ്ലസ് എക്സെട്ര KR-1 VR-1 പ്ലസ് KR VR ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി. അതായത് K1 K2 K3 എക്സെട്ര KR വരെ ഉള്ളത് എന്താണ്, അതിനെയാണ് നമ്മൾ സ്കേലാറുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ 2നെയും ഇക്വേഷൻ 3 നോക്കുക. ഇക്വേഷൻ 2ൽ VR ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, ഇവിടെ W ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ഇക്വേഷൻ 2ഉം 3യും കൂടി സോൾവ് ചെയ്യുക. അതായത് ഈ VRന് പകരം, ഈ ഇക്വേഷൻ 3ലെ VRന് പകരം നമ്മൾ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, മുകളിലുള്ള C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര CR-1 VR-1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ W ഇസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനിൽ ലാസ്റ്റത്തുള്ള KR ഇൻറ്റു VRന് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. VRന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഏത് V1ൻ്റെ കോയിഫിഷ്യൻറ്റുകളൊക്കെ ഒരുമിച്ച് എഴുതുന്നു. V1ൻ്റെ കോയിഫിഷ്യൻറ്റ് ഫസ്റ്റത്തെ ഹാഫിൽ K1 ആണ്, അവിടെ V1ൻ്റെ കോയിഫിഷ്യൻറ്റ് KR-C1 ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് നമ്മൾ എഴുതുന്നു. അതുപോലെ അടുത്തതിൽ V2ൻ്റെ കോയിഫിഷ്യൻറ്റുകളൊക്കെ ഒരുമിച്ച് എഴുതുന്നു. പിന്നെ V3ൻ്റെ ഒക്കെ ഒരുമിച്ച് എഴുതുന്നു. അങ്ങനെ VR-1ൻ്റെ ഒക്കെ ഒരുമിച്ച് എഴുതുന്നു. അങ്ങനെ അത് എന്തായിട്ട് മാറി, ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് മാറി. ആരുടെ, Wനെ നമ്മൾ
ഡബ്ല്യുവിനെ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് V1 V2 V3 എക്സെട്ര VR-1 ആയി എഴുതി. ഡബ്ല്യുവിനെ V1 V2 V3 എക്സെട്ര VR-1ൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതിയാൽ W എന്ന് പറയുന്നത് സ്പാൻ ഓഫ് V1 V2 എക്സെട്ര VR-1ലെ എലമെൻ്റ് ആണ്. അതായത് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുക എന്നുള്ളതിനെയാണ് നമ്മൾ സ്പാൻ എന്ന് പറയുക. അപ്പം ഇവിടെ V1 V2 V3 എക്സെട്ര VR-1ൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ഡബ്ല്യുവിന് എഴുതി. അപ്പം സ്പാൻ V1 V2 V3 എക്സെട്ര VR-1ലുള്ള ഒരു എലമെൻ്റ് ആണ് ആര്, W എന്ന് പറയുന്നത്. അതായത് സ്പാൻ V1 V2 എക്സെട്ര VR-1 എന്ന് പറഞ്ഞാൽ ഈ എസ്സിൽ നിന്ന് ആരൊഴിവാക്കിയതാണ്, വീന് ഒഴിവാക്കിയതാണ്. V1 V2 V3 എക്സെട്ര VR-1 എന്ന് പറഞ്ഞാൽ എന്താ, എസ് എന്ന് വിയെ അഥവാ എസ് എന്ന് വീനെ, അതായത് വി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ VR ആണ് കൺസിഡർ ചെയ്ത്, അപ്പോൾ എസ് എന്ന് വീനെ ഒഴിവാക്കിയതാണ് എന്ത്, V1 V2 V3 എക്സെട്ര VR-1. അപ്പോൾ സ്പാൻ V1 V2 V3 എക്സെട്ര VR-1 എന്ന് പറഞ്ഞത് സ്പാൻ എസ് മൈനസ് വിക്ക് എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, സ്പാൻ എസ് എന്ന് പറയുന്നത് സ്പാൻ എസ് മൈനസ് വിൻ്റെ സബ്സെറ്റ് ആണ്. അതായത് സ്പാൻ എസ് ഇസ് ഈക്വൽ ടു സ്പാൻ എസ് മൈനസ് വി. സ്പാൻ എസ് മൈനസ് വിയും സ്പാൻ എസും എന്താണ്, ഈക്വൽ ആണ്. അതാണ് പ്ലസ് ഓർ മൈനസ് തിയറം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ അടുത്ത തിയറത്തിലേക്ക് പോവാണ്. അടുത്ത തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, let V be a n-dimensional vector space and S be a set in V exactly n vectors. V എന്ന് പറയുന്നത് n-dimensional vector space ആണ്. അതിലുള്ള ഒരു സെറ്റാണ് എസ്. അതിൽ n വെക്ടേഴ്സ് ആണുള്ളത്. ആ സെറ്റിൽ n വെക്ടേഴ്സ് ആണ് ഉള്ളത്. ദെൻ എസ് ഈസ് എ ബേസിസ് ഫോർ വി. എസ് എന്ന് പറയുന്നത് വിയുടെ ഒരു ബേസിസ് ആവും ഇഫ് ആൻഡ് ഓൺലി ഇഫ് എസ് സ്പാൻസ് വി ഓർ എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. എസ് സ്പാൻസ് വി, അതായത് സ്പാൻ എസ് ഈക്വൽ ടു വി, അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇത് ഏതെങ്കിലും ഒന്നായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എസ് എന്ന് പറയുന്നത് വിയുടെ ഒരു ബേസിസ് ആവുള്ളൂ എന്നാണ് നമ്മുടെ തിയറം. അപ്പോൾ നമുക്ക് ആ തിയറം എങ്ങനെയാണ് പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ലെറ്റ് വി എന്ന് പറയുന്നത് n-dimensional വെക്ടർ സ്പേസ് ആണ്. വി എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ആണ്. നമുക്ക് അറിയണ കാര്യമാണ് എവരി ബേസിസ് ഫോർ വി ഹാസ് എക്സാക്ട്ലി n എലമെൻറ്റ്. അതും ക്വസ്റ്റ്യൻ ആ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിയിൽ എന്തുണ്ട്, എക്സാക്ട്ലി n എലമെൻ്റ് ആണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ലെറ്റ് എസ് ബി എ സെറ്റ് ഇൻ വി വിത്ത് എക്സാക്ട്ലി n എലമെൻറ്റ്. എസ് എന്ന് പറയുന്നത് വിയിലുള്ളൊരു സെറ്റാണ്, അതിലും എന്താണ് n എലമെൻ്റ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇഫ് എസ് ഈസ് എ ബേസിസ് ഫോർ വി, എസ് എന്ന് പറയുന്നത് വിയുടെ ഒരു ബേസിസ് ആണെങ്കിൽ, അതായത് എസ് എന്ന് പറയുന്നത് ബിയുടെ ഒരു ബേസിസ് ആണെങ്കിൽ, നമുക്ക് ബേസിസിൻ്റെ തിയറ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, എസ് എന്ന് പറയുന്നത് ബേസിസ് ഫോർ വി ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ബേസിസ് ആവാനുള്ള രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്, എസ് സ്പാൻസ് വി ആവണം, പിന്നെയോ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആവണം. എസ് വിയുടെ ബേസിസ് ആവണമെങ്കിൽ എസ് സ്പാൻസ് വിയും ആവണം, എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് എടുക്കുന്നത് ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് എന്താവുക, ബേസിസ് ആവുക എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ലെറ്റ് എസ് ബി എ സെറ്റ് ഇൻ വി. എസ് എന്ന് പറയുന്നത് വിയിലെ സെറ്റാണ്, എക്സാക്ട്ലി n എലമെൻറ്റ്സ് ആണ്. പോരാത്തതിന് എസ് എന്ത് ചെയ്യുന്നു, വി ആയിട്ട് സ്പാൻ ചെയ്യുന്നു, അതായത് സ്പാൻ എസ് ഈക്വൽ ടു വി ആണ് എന്നാണ്. അങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യണം എന്ത്, എസ് ബേസിസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ നിലവിൽ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, എസ് എന്ത് ചെയ്യുന്നു, സ്പാൻസ് വി ആണ്, എസ് സ്പാൻസ് വി ആണ് എന്ന് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബേസിസ് ആവണമെങ്കിൽ ഒരു കണ്ടീഷനും കൂടി വേണം, എന്ത്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും കൂടി വേണം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, എസ് സ്പാൻസ് വി ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും കൂടി അതിലുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും കൂടി ആയാലേ അതെന്താവുള്ളൂ, അത് ബേസിസ് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കോൺട്രഡിക്ഷൻ എടുക്കുന്നു, എന്ത്, ബട്ട് ഇഫ് ദിസ് ഈസ് നോട്ട് സോ, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, അതായത് എന്താ അസ്യൂം ചെയ്യുന്നു, വി അസ്യൂം ദാറ്റ് എസ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. എസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. എസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്, അതായത് ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ സം വെക്ടർ ഇൻ എസ് ഈസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ റിമൈനിങ് വെക്ടേഴ്സ്. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ എസ്സിലുള്ള ഏതോ വെക്ടർ,
എസ്സിലുള്ള വി എന്ന് പറയുന്ന ഏതോ ഒരു വെക്ടർ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള എലമെൻറ്റുകളുടെ എന്തായിട്ട് മാറും, ലീനിയർ കോമ്പിനേഷനായിട്ട് മാറും. അപ്പോഴാണ് ഡിപ്പെൻഡൻ്റ് ആവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വെക്ടറിനെ, ബാക്കിയുള്ള എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആവുന്ന ആ വെക്ടറിനെ, വി എന്ന് പറയുന്ന വെക്ടറിനെ, ഇഫ് വി റിമൂവ് ദ വെക്ടർ ഫ്രം എസ്, നമ്മൾ ആ വെക്ടറിനെ എസ് എന്ന് എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പ്ലസ് ഓർ മൈനസ് തിയറം ഇപ്പോൾ കണ്ടിട്ടേ ഉള്ളൂ. എന്താ പറഞ്ഞത്, അങ്ങനെ എസ് എന്ന് ഒരു വീനെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എസ് എന്നൊരു വീനെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ n-1 എലമെൻറ്റ്സ് ഉണ്ടാവും. അത് n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ n-1 എലമെൻറ്റ്സ് ഉണ്ടാവും. അത് വീണ്ടും എങ്ങോട്ട് തന്നെ സ്പാൻ ചെയ്യും, വിയിലേക്ക് തന്നെ സ്പാൻ ചെയ്യും. വി എസ് മൈനസ് വി എന്ത് ചെയ്യുന്നു, സ്റ്റിൽ സ്പാൻസ് വി എന്ന് നമ്മൾ തിയറം കണ്ടിട്ടുണ്ട്. 7.1 തിയറത്തിലെ ബി നമ്മൾ രണ്ടാമത്തെ തിയറം കണ്ടതാണ്. n-1 എലമെൻറ്റ്സ് സ്റ്റിൽ സ്പാൻസ് വി എന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. കാരണം എന്താ, നമ്മളതിന് മുന്നൊരു തിയറം പഠിച്ചിട്ടുണ്ട്. എന്താ തിയറം പറയണത്, ഇഫ് എ വെക്ടർ സ്പേസ് ഹാസ് എ ബേസിസ് വിത്ത് n എലമെൻറ്റ്സ്, ഒരു വെക്ടർ സ്പേസിന് n എലമെൻറ്റ്സ് ഉള്ള ബേസിസ് ഉണ്ടെങ്കിൽ then no set with fewer than n vectors can span the vector space. അതിന് മുന്നേ പഠിച്ചതാണ്. n എലമെൻറ്റ്സ് ഉള്ള ബേസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്നിൽ കുറവുള്ളതിനെ വീണ്ടും അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പാൻ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് വന്നു, അവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു. നമ്മൾ പഠിച്ച രണ്ട് തിയറംസ് തമ്മിലൊരു കോൺട്രഡിക്ഷൻ വന്നു. ആ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താ, നമ്മുടെ അസംഷൻ എന്തായിരുന്നു, തെറ്റായിരുന്നു. നമ്മൾ അസംഷൻ എന്തായിരുന്നു, നമ്മൾ അസ്യൂം ചെയ്തത് എസ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് അസ്യൂം ചെയ്തത്. അപ്പോൾ എസ് എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇവിടെ ആദ്യം നമ്മൾ ഒരൊറ്റ കേസ് എടുത്തിട്ടുള്ളൂ. എസ് എന്ന് പറയണത് n എലമെൻറ്റ്സ് ഉണ്ട്, അത് എസ് സ്പാൻസ് വി ആണെന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. എസ് സ്പാൻസ് വി എന്ന് എടുത്തപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും കൂടി കിട്ടി. ഇനി അടുത്ത എന്ത് ചെയ്യും, നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് എടുക്കും, പക്ഷെ അത് സ്പാൻ ചെയ്യുന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യും. അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, assume that S is a set in V with exactly n elements and it is linearly independent. കണ്ടോ, രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ എന്താ ചെയ്തത്, എസ്സിലുള്ള എലമെൻറ്റുകൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. എസ്സിലുള്ള n എലമെൻറ്റുകൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എടുക്കുന്നു. ഇനി നമുക്ക് ബേസിസ് ആണെന്ന് എടുക്കാൻ എന്ത് ചെയ്യണം, സ്പാൻ എസ് ഇസ് ഈക്വൽ ടു വി എന്ന്, വി മസ്റ്റ് ഷോ ദാറ്റ് സ്പാൻ എസ് ഇസ് ഈക്വൽ ടു വി എന്ന് ഷോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അസ്യൂം ചെയ്യുന്നു if this is not so, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, അതായത് അസ്യൂം എസ് ഈസ് നോട്ട് സ്പാൻസ് വി, എസ് എന്ത് ചെയ്യുന്നില്ല, വിയിലേക്ക് സ്പാൻ ചെയ്യുന്നില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. എസ് വിയിലേക്ക് സ്പാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ there is some vector v in S that is not spans S. അങ്ങനെ സ്പാൻ ചെയ്യാത്ത ആരോ ഒരാളുണ്ടാവും, ഒരു വി എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ടായിരിക്കും. if we insert this vector into S, സ്പാൻ ചെയ്യാത്തൊരു വെക്ടർ വി ഉണ്ടാവും. അങ്ങനെ ഒരു സ്പാൻ ചെയ്യാത്തൊരു വെക്ടർ വി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വീനെയും കൂടി എങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു, എസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. അതായത് സ്പാൻ ചെയ്യാത്ത വി എന്ന് പറയുന്നൊരു വെക്ടർ ഉണ്ടാവും. ആ സ്പാൻ ചെയ്യാത്ത വെക്ടറിനും കൂടി എന്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, എസ്സിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്തോളും, സ്പാൻ ചെയ്തോളുമല്ലോ. എസ്സിലേക്ക് സ്പാൻ ചെയ്യാത്ത വീനും കൂടി ഇൻസേർട്ട് ചെയ്താൽ അതെന്ത് ചെയ്തോളും, സ്പാൻ ചെയ്തോളും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് തിയറം പ്രകാരം എന്ത് പറയാൻ പറ്റും, ദ സെറ്റ് എസ് യൂണിയൻ വി, അതായത് വിയും കൂടി അതിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ അവിടെ n+1 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. n+1 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അത് എന്തായിരിക്കും, സ്റ്റിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നമ്മൾ പ്ലസ് ഓർ മൈനസ് സൈനിൽ സെക്ഷൻ എ പ്ലസ് ഓർ മൈനസ് തിയറത്തിൽ സെക്ഷൻ എ പ്ലസ് തിയറം പറഞ്ഞ എന്തായിരുന്നു, വിയും കൂടി അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്താലും അത് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുമെന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ്. കാരണം എന്താ, സിൻസ് തിയറം 6.2 പറയണത് എന്താ, ഇഫ് എ വെക്ടർ സ്പേസ് ആസ് എ ബേസിസ് വിത്ത് n എലമെൻറ്റ്സ്, ഒരു വെക്ടർ സ്പേസിന് n എലമെൻറ്റ്സ് ഉള്ള ബേസിസ് ഉണ്ടെങ്കിൽ then no set with more than n vectors can be linearly independent. n vectors ഉള്ള ബേസിസ് ഉണ്ടെങ്കിൽ n-നേക്കാളും കൂടുതൽ there is no set with more than n vectors can be linearly independent. n-നേക്കാളും കൂടുതൽ
എലമെൻ്റ് ഉള്ളത് ലീനിയർലി എന്താവില്ല, ഇൻഡിപെൻഡൻ്റ് ആവില്ല. അപ്പോൾ നമ്മൾക്ക് ഇവിടെയും എന്തെന്നു ഒരു കോൺട്രഡിക്ഷൻ വന്നു. കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താ, എസ് നോട്ട് സ്പാൻസ് വി എന്നെടുത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ അസംഷൻ തെറ്റാണ്. അതുകൊണ്ട് ഹെൻസ് എസ് സ്പാൻസ് വി, എസ് സ്പാൻസ് വി എന്ന് എടുക്കണം. അപ്പോൾ രണ്ട് കണ്ടീഷനിലും ആദ്യം നമ്മൾ എന്ത് ചെയ്തു, എസ് സ്പാൻസ് വി എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. പിന്നെ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് എടുത്തു. അപ്പോൾ നമുക്ക് എസ് സ്പാൻസ് വി എന്ന് കിട്ടി. അപ്പോൾ രണ്ടും കണ്ടീഷനും ബേസിസിൻ്റെ സാറ്റിസ്ഫൈ ചെയ്യണതിനെ കൊണ്ട് നമുക്ക് എന്ത് പറയാം, ലെറ്റ് ബി ബി എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആൻഡ് എസ് ബി എ സെറ്റ് ഇൻ വി എക്സാക്ട്ലി എൻ വെക്ടേഴ്സ്, ദെൻ എസ് ഈസ് എ basis for V if and only if S spans V or S is linearly independent. ഒന്നുകിൽ എസ് ബേസിസ് ഫോർ വി ആവണമെങ്കിൽ രണ്ട് കണ്ടീഷനാണുള്ളത്. ഒന്നുകിൽ എസ് സ്പാൻസ് വി ആവണം, എസ് എൽ അല്ലെങ്കിൽ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറത്തിലേക്ക് പോവാണ്. തിയറം 7.3 പറയുന്നത് എന്താ വെച്ചാൽ, let S be a finite set of vectors in a finite dimensional vector space. S എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ സെറ്റാണ്. അതായത് ഇപ്പോൾ എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെങ്കിൽ അതിൽ എൻ ഡയമെൻഷണൽ സെറ്റാണ് എന്ത്, എസ്. അതിലെ ഫസ്റ്റ് കാര്യം, ഇഫ് എസ് സ്പാൻസ് വി ബട്ട് ഈസ് നോട്ട് എ ബേസിസ് ഫോർ വി. എസ് സ്പാൻസ് വി ആണ്, പക്ഷേ എന്തല്ല, ബേസിസ് ഫോർ വി അല്ല. അങ്ങനെയാണെങ്കിൽ then S can be reduced to a basis for V by removing appropriate vector from S. S എന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെക്ടറിനെ ഒഴിവാക്കിയിട്ട് അതിനെന്താക്കി മാറ്റാം, ബേസിസ് ആയിട്ട് മാറ്റാം എന്നാണ് പറയണത്. അതുപോലെ if S is linearly independent set that is not already a basis for V. S ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്, പക്ഷെ എന്തല്ല, ബേസിസ് അല്ല എന്നുണ്ടെങ്കിൽ then S can be enlarged by basis for V by inserting appropriate vector into S. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ആളെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനെന്താക്കി മാറ്റാം, ബേസിസ് ആക്കി മാറ്റാൻ പറ്റും എന്നാണ് പറയണത്. ഓക്കെ, അതിനാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, എസ് ഇഫ് എസ് സ്പാൻസ് വി, എസ് എന്ത് ചെയ്യുന്നു, വിയിലേക്ക് സ്പാൻ ചെയ്യുന്നു, പക്ഷേ എന്തല്ല, ബേസിസ് അല്ല. ഓക്കെ, എസ് വിയിലേക്ക് സ്പാൻ ചെയ്യുന്നു, പക്ഷേ എന്തല്ല, ബേസിസ് അല്ല. ബേസിസ് ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്, സ്പാൻ is equal to V ആവണം, S is linearly independent. അതാണ് മുകളിൽ എഴുതിയത്. സബ്സെറ്റ് S is called a basis of V if span is equal to V, S is linearly independent. രണ്ടും ഉണ്ടെങ്കിൽ അതിനെ ബേസിസ് എന്ന് വിളിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താ, എസ് സ്പാൻസ് വി, എസ് വിയിലേക്ക് സ്പാൻ ചെയ്യുന്നു, ഫസ്റ്റ് കണ്ടീഷൻ ഉണ്ട്, പക്ഷേ എന്തല്ല, ബേസിസ് അല്ല. ബേസിസ് അല്ല എന്ന് പറയാം. അപ്പോൾ എന്താണ്, എസ് ഇസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല, എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞേ, ഇഫ് എസ് സ്പാൻസ് വി ബട്ട് നോട്ട് ബേസിസ് ഫോർ വി, ദെൻ എസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു എ ബേസിസ് ബൈ വി ബൈ റിമൂവിങ് അപ്രോപ്രിയേറ്റ് വെക്ടർ ഫ്രം എസ്. എസ് എന്ന് ആരെയോ ഒന്ന് ഒഴിവാക്കിയിട്ട് അതിനെ വേണമെങ്കിൽ എന്താക്കാം, ബേസിസ് ആക്കി മാറ്റാം. ആദ്യം അത് പ്രൂവ് ചെയ്യാം. ലെറ്റ് എസ് ബി എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ദാറ്റ് സ്പാൻസ് ദ വെക്ടർ സ്പേസ് വി. എസ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് വെക്ടറാണ്, ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്ടറാണ്. അതെന്തിലേക്ക് സ്പാൻ ചെയ്യുന്നു, വിയിലേക്ക് സ്പാൻ ചെയ്യുന്നു. അങ്ങനെയാണ് എസ് എന്തല്ല, ബേസിസ് ഫോർ വി അല്ല. എസ് ബേസിസ് ഫോർ വി അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എസ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റാണ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്താവും, ബേസിസ് ആവും. ആൻഡ് സോ സം വെക്ടർ വി ഇൻ എസ് ക്യാൻ ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സം അതർ വെക്ടേഴ്സ് ഇൻ എസ്. അല്ലേ, ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എസ്സിലുള്ള ഏതോ എലമെൻറ്റുകളെ എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് തിയറം ഉപയോഗിച്ച് എന്ത് പറയാൻ പറ്റും, വി ക്യാൻ റിമൂവ് വി ഫ്രം എസ് റിസൾട്ടിങ് S1 S മൈനസ് വി വിൽ സ്റ്റിൽ സ്പാൻസ് വി. നമ്മൾ നേരത്തെ കണ്ട തിയറത്ത് പറഞ്ഞതാണ്. എന്താണ്, എസ്സിൽ നിന്ന് നമ്മൾ വി എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ ഒഴിവാക്കിയാലും അതെന്ത് ചെയ്യുന്നു, സ്പാൻ ചെയ്യും. എസ് എന്ന് വിനെ ഒഴിവാക്കിയാലും എസ് മൈനസ് വി എന്ത് ചെയ്യും, സ്പാൻസ് വി. എസ് മൈനസ് വി എന്തിലേക്ക് സ്പാൻ ചെയ്യും, വിയിലേക്ക് സ്പാൻ ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ നമ്മൾ കണ്ടു എസ്സിൽ കുറേ എലമെൻറ്റുകളുണ്ട് എന്ന് വിചാരിക്കും. എസ്സിൽ ഞാൻ V1 V2 V3 എന്ന് പറഞ്ഞ് കുറേ ആളുണ്ട് വിചാരിക്കും.
അതിൽ ഈ വി ആർ എന്ന് പറഞ്ഞ ഇയാൾ എന്ത് ചെയ്യുന്നില്ല, സ്പാൻ ലീനിയർലി ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല, അല്ലെങ്കിൽ ലീനിയർ ഡിപ്പെൻഡ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വി ആർ ഏതോ ഒരാൾ ബാക്കിയുള്ളതിൻ്റെ എന്തായിട്ട് എഴുതാൻ പറ്റും, ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇയാളെ എങ്ങോട്ട് ഒഴിവാക്കിയാൽ ഇതെന്തായിക്കോളും, ഇൻഡിപെൻഡൻ്റ് ആയിക്കോളും. ഇതിപ്പോൾ ഓൾറെഡി ഡിപ്പെൻഡൻ്റ് ആണ്, അതിൽ ഒരാളെ ബാക്കിയുള്ളതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നതിനെ കൊണ്ടാണ് അത് ഡിപ്പെൻഡൻ്റ് ആയത്. ആ എഴുതാൻ പറ്റുന്ന ആളെ നമുക്ക് അതിന് എന്ത് ചെയ്താൽ മതി, ഒഴിവാക്കിയാൽ മതി. അപ്പം ഞാൻ ഇപ്പോൾ കണ്ട കാര്യം എന്താ, എസ് എന്ന് നമ്മൾ ആ വീന് എന്ത് ചെയ്യുന്നു, ഒഴിവാക്കിയാൽ എസ് എന്ന് ബാക്കിയുള്ളതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്ന ആ വെക്ടറിനെ ഒഴിവാക്കിയാലും അതെന്ത് ചെയ്യുന്നു, സ്പാൻ ചെയ്യുന്നു എന്ന പ്രോപ്പർട്ടിയിൽ മാറ്റം വരുത്തുന്നില്ല. സ്പാൻ ചെയ്യുന്നു എന്നുള്ള പ്രോപ്പർട്ടിയിൽ മാറ്റം വരുത്തുന്നില്ലെങ്കിൽ എസ് മൈനസ് വി എന്തായിക്കോളും, എസ് എന്ന് വീനെ ഒഴിവാക്കിയാൽ എന്തായിക്കോളും, അത് സ്പാൻ ചെയ്യുന്നു പക്ഷേ ലീനിയർലി എന്തായി, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയി. ഇപ്പോൾ എസ് എന്ന് വീനെ ഒഴിവാക്കി S1 എന്നെടുത്തു, അങ്ങനെയാണ് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, അത് വിയിലേക്ക് എന്ത് ചെയ്യുന്നു, സ്പാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും, ബേസിസ് വി, അവിടെ എന്താണ് ബേസിസ് വി ആയി. അപ്പോൾ നമ്മുടെ പ്രൂഫ് ഓവറായി. പക്ഷേ ചില സമയത്ത് ഇവിടെ ഇപ്പോൾ ഒരാളാണ് ലീനിയർ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റുള്ളതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് ഒരാൾ മാത്രമാണ് ഉള്ളതെന്ന് അതിന് ഉറപ്പില്ല. ചിലപ്പോൾ ഒന്ന് കൂടുതൽ ആളുകളും ഉണ്ടാവാം. അപ്പോൾ ഒരാളെ ഒഴിവാക്കിയിട്ടും വീണ്ടും ഇതേ കേസ് തന്നെയാണെന്നുണ്ടെങ്കിൽ വേറെ ആരോ കൂടി അവിടെ എന്തുണ്ടാവും, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവാൻ, അതായത് ബാക്കിയുള്ളതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്ന ഒരാളും കൂടി ഉണ്ടാവും. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് ഓർ മൈനസ് തിയറം അപ്ലൈ ചെയ്തിട്ട് വീണ്ടും അതിനൊരു വീനും കൂടി എന്ത് ചെയ്യാം, ഒഴിവാക്കാം. വീണ്ടും ഒരു വീനും കൂടി ഒഴിവാക്കിയാലും അതിനെന്ത് തന്നെയാവും, സ്റ്റിൽ ഇറ്റ് സ്പാൻസ് വി, അതെന്തിലേക്ക് തന്നെ സ്പാൻ ചെയ്യും, വിയിലേക്ക് തന്നെ സ്പാൻ ചെയ്യും തിയറ പ്രകാരം. അപ്പം രണ്ടാൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അയാളെയും കൂടി ഒഴിവാക്കിയാൽ അതെന്താവും, ഇൻഡിപെൻഡൻ്റ് ആയിക്കോളും. അപ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആവും, സ്പാൻസ് വിയും ആവും. അപ്പം സബ്സെറ്റ് ഓഫ് എസ് എന്താവും, ഈസ് എ ബേസിസ് ഓഫ് വി ആവും. സബ്സെറ്റ് ഓഫ് എസ് ബേസിസ് ഓഫ് വി ആവും. പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ബി എന്താ പറയണത്, ഇതിൽ നേരെ തിരിച്ചാണ് പറയണത്. എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ദാറ്റ് ഈസ് നോട്ട് ഓൾറെഡി ബേസിസ്. എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടർ ആണ്, ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിലെ എസ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഫൈനൈറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പോരാത്തതിന് എസ് നോട്ട് എ ബേസിസ് ഫോർ വി, എസ് ബേസിസ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എസ് ബേസിസ് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ബേസിസ് അല്ലെങ്കിൽ സ്പാൻ എസ് നോട്ട് ഈക്വൽ ടു വി ആവും. അതായത് എസ് ഫെയിൽസ് ടു സ്പാൻ വി, എസ് എന്ത് ചെയ്യുന്നില്ല, വി ആയിട്ട് സ്പാൻ ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ എസ് വിനോട് സ്പാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദർ ഈസ് സം വെക്ടർ വി ഇൻ എസ് ദാറ്റ് ഈസ് നോട്ട് സ്പാൻസ് എസ്. എസ്സിൽ വിനോട് സ്പാൻ ചെയ്യാത്ത ഏതോ ഒരു വെക്ടർ, ഒന്നോ അതിലധികമോ എന്തുണ്ടെന്ന് വിചാരിക്കുക, വെക്ടറുകൾ ഉണ്ടായിട്ടാണ് അതെന്ത് ചെയ്യാത്തത്, സ്പാൻ ചെയ്യാത്തത്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് വി ഇൻസേർട്ട് ദിസ് വെക്ടർ ഇൻ ടു എസ്. അപ്പം എസ്സിൽ നമ്മൾ അയാളെ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക അല്ലേ, എസ്സിലേക്ക് നമ്മൾ അയാളെ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം എസ് വിയിലേക്ക് സ്പാൻ ചെയ്യണമെങ്കിൽ അതിൽ ആരോ ഇല്ലാത്തത് കൊണ്ടാണ് അത് സ്പാൻ ചെയ്യാത്തത്. ആ ഇല്ലാത്ത ആളെ നമുക്ക് എങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക, എസ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് പ്ലസ് ഓർ മൈനസ് തിയറം അല്ലേ, പ്ലസ് ഓർ മൈനസ് തിയറത്തിൽ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്താൽ S1 വിളിക്കുന്നു. S1 അതായത് എസ് യൂണിയൻ വി, അത് സ്റ്റിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിലേക്ക് നമ്മൾ പുറമെന്നൊരു വിയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്താലും അത് സ്റ്റിൽ ലീനിയർലി എന്താവും, ഇൻഡിപെൻഡൻ്റ് ആവും. അപ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയി, എന്തുമായി പോരാത്തതിന് ഓൾറെഡി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, അതിലേക്ക് ഒരാളെ ഇൻക്ലൂഡ് ചെയ്താലും അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. പോരാത്തതിന് ഇപ്പോൾ എന്തായി, അയാളെ ഇൻക്ലൂഡ് ചെയ്യണതോടുകൂടി എസ് സ്പാൻസ് വി ആവും. അതായത് എസ് അല്ല, എസ്സിലേക്ക് നമ്മൾ വി ഇൻക്ലൂഡ് ചെയ്ത് അതിനെ നമ്മൾ S1 എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ S1 സ്പാൻസ് വി, അതായത് S1 സ്പാൻസ് വിയും ആയി, ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയാൽ അതെന്തായി, ബേസിസ് ഫോർ വി ആയി. നമ്മുടെ പ്രൂഫ് എന്ത് ചെയ്തു, കഴിഞ്ഞു. പക്ഷേ ചില സമയത്ത് നേരത്തെ ചെയ്ത പോലെ ഒരാളെ നമ്മൾ ഇൻസേർട്ട് ചെയ്താലും അതെന്താവണമെന്നില്ല,
സ്പാൻ ചെയ്തോളണമെന്നില്ല. ഒന്നിലധികം ആളുകൾ ഉണ്ടാവും എന്ത് സ്പാൻ ചെയ്യാത്തത്. അപ്പോൾ ഒരാൾ ഇൻസേർട്ട് ചെയ്താലും അത് സ്പാൻ ചെയ്യില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. എന്ത് +or- തിയർ പ്രകാരം ഒരാളും കൂടി എന്ത് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആളുകളെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അതെന്ന് തന്നെയായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് തന്നെയായിരിക്കും. അങ്ങനെയാണ് എത്ര ആളുകൾ ഉണ്ടെങ്കിൽ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആവും, സ്പാൻസ് വിയും ആവും. എസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും സ്പാൻസ് വിയും ആയാൽ എന്ത്, എസ് ഈസ് ദ ബേസിസ് ഫോർ വി ആവും. എസ് വിൽ ബി ദ ബേസിസ് ഫോർ വി ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൂഫ് ചെയ്തു കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അടുത്ത തിയറത്തിലേക്ക് പോവാണ്. അടുത്ത തിയറം പറയുന്നത് ഇഫ് ഡബ്ല്യു ഇസ് എ സബ് സ്പേസ് ഓഫ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി. ഡബ്ല്യു എന്ന് പറയുന്നത് വിയുടെ ഒരു എന്താണ്, സബ് സ്പേസ് ആണ്. അങ്ങനെയാണ് ഡബ്ല്യു എന്ത് തന്നെയാവും, ഫൈനൈറ്റ് ഡയമെൻഷൻ. അതായത് വി ഫൈനൈറ്റ് ഡയമെൻഷനിലാണെങ്കിൽ അതിനടുത്ത സബ് സ്പേസ് ആയിട്ട് ഡബ്ല്യു എന്തായിരിക്കും, ഫൈനൈറ്റ് ഡയമെൻഷണൽ ആവും എന്നാണ് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്ന് പ്രൂവ് ചെയ്യണം. മൂന്നാമത്തത് ഡബ്ല്യു ഇസ് ഈക്വൽ ടു വി, ഡബ്ല്യുവും വിയും ഈക്വൽ ആവും ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി. ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവും ഡയമെൻഷൻ ഓഫ് വിയും ഈക്വൽ ആകുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, ഡബ്ല്യുവും വിയും ഈക്വൽ ആവുകയുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. ആകെ തന്ന കാര്യം ഡബ്ല്യു എന്ന് പറയുന്നത് വിയുടെ ഒരു സബ് സ്പേസ് ആണ്. പോരാത്തതിന് വി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആൻഡ് ഡബ്ല്യു ബി എ സബ് സ്പേസ് ഓഫ് ഇറ്റ്. ഡബ്ല്യു എന്ന് പറയുന്നത് വിയുടെ സബ് സ്പേസ് ആണെന്ന് നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഡയമെൻഷൻ ഓഫ് വി ഇസ് ഈക്വൽ ടു എൻ ആൻഡ് ഡയമെൻഷൻ ഓഫ് വി എന്തായിട്ട് എടുത്തു, എൻ ആണെന്ന് എടുത്തു. എസ് ബി ദ ബേസിസ് ഫോർ വി. എസ് എന്ന് പറയുന്നത് വിയുടെ എന്താണെന്ന് എടുത്തു, ബേസിസ് ആണ് എന്നും എടുത്തു. എസ് എന്ന് പറയുന്നത് വിയുടെ ബേസിസ് ആണ്. അങ്ങനെയാണ് നമുക്ക് അറിയുന്ന കാര്യമാണ് എസ് വിയുടെ ബേസിസ് ആണ് എന്നെങ്കിൽ ദെൻ വി നോ ദാറ്റ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് ഇസ് ഈക്വൽ ടു എൻ. അല്ലേ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് ഇസ് ഈക്വൽ ടു എൻ. അതല്ല അതിൻ്റെ ഡയമെൻഷനായിട്ട് വരിക. എസ്സിലുള്ള എലമെൻറ്റുകളുടെ എണ്ണമാണ് എന്തായിട്ട് വരിക, ഡയമെൻഷനായിട്ട് വരിക. അങ്ങനെയാണ് എന്ത് ഡയമെൻഷൻ ഓഫ് ഇ ഈസ് ഈക്വൽ ടു എന്ത് വന്നത്, എൻ വന്നത്. സിൻസ് എവരി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യു ഈസ് ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി. എന്താണ് നമ്മളതിന് മുന്നേ പറഞ്ഞ കാര്യമാണ്, ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി ആവും. അതായത് ഡബ്ല്യു എന്ന് പറയുന്നത് സിൻസ് എവരി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യു ഈസ് ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി. അതായത് ഡബ്ല്യുയിലുള്ള ഏത് ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് എടുത്താലും അത് വിയിലുള്ള എന്തായിരിക്കും, ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ആയിരിക്കും. കാരണം നമ്മൾ വി എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡബ്ല്യുവിന് എടുത്തിട്ടുള്ളത്. ദെൻ ബൈ തിയറം 6.2 ഇറ്റ് ഫോളോസ് ദാറ്റ് എവരി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യു ഹാസ് അറ്റ് മോസ്റ്റ് n വെക്ടേഴ്സ്. നമ്മൾ തിയറം പറഞ്ഞിട്ടുണ്ട് 6.2. ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറത്ത് പറയുന്ന കാര്യമാണ് എവരി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യു ഹാസ് അറ്റ് മോസ്റ്റ് n വെക്ടേഴ്സ്. ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യുവിന് മാക്സിമം എന്താ ഉണ്ടാവുള്ളൂ, n വെക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാകാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹെൻസ് ഇഫ് ബി ഈസ് എ ബേസിസ് ഫോർ ഡബ്ല്യു, ബി ഹാസ് അറ്റ് മോസ്റ്റ് n വെക്ടേഴ്സ്. ബി എന്ന് പറയുന്നത് ഡബ്ല്യുയുടെ ബേസിസ് ആണെങ്കിൽ, അതിന് മാക്സിമം എന്തേ ഉണ്ടാവുള്ളൂ, n വെക്ടേഴ്സ്. അതിൽ കുറയാം, അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് കിട്ടി, ബി എന്ന് പറയണത് ബേസിസ് ഓഫ് ഡബ്ല്യു ആണ്. അതിന് മാക്സിമം n വെക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. മാക്സിമം n വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഡബ്ല്യു എന്തായിട്ട് മാറി, ഡബ്ല്യു ഡയമെൻഷണലായി, ഡബ്ല്യു ഫൈനൈറ്റ് ഡയമെൻഷണലായി. ഫൈനൈറ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തോ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അത് എണ്ണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഫൈനൈറ്റ് ഡയമെൻഷനിലാണ്, അത് എണ്ണാൻ പറ്റൂലെങ്കിൽ അത് ഇൻഫൈനൈറ്റ് ഡയമെൻഷനിലാണ്. അപ്പോൾ ഇവിടെ അത് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം n എന്ന് പറഞ്ഞാൽ n വരെ എപ്പോഴും അതിൽ താഴെയാണ് ഉണ്ടാവുക. അപ്പോൾ അതെന്താണ്, എണ്ണാൻ പറ്റും. അതുകൊണ്ട് അതെന്താണ്, ഫൈനൈറ്റ് ഡയമെൻഷനലാണ് എന്ന് കിട്ടി. ഇനി രണ്ടാമത് പറയാൻ പോകുന്നത് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്നാണ്. ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് വിനേക്കാൾ ചെറുതോ ഈക്വലോ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം.
അതിന് എന്ത് ചെയ്യുക, ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആൻഡ് ഡബ്ല്യു ബി ദ സബ് സ്പേസ് ഓഫ് ഇറ്റ്. നമ്മളതിൽ പറഞ്ഞു കഴിഞ്ഞു. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്ത് പ്രൂവ് ചെയ്തു, ഡബ്ല്യു ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ, ഡബ്ല്യു എന്ത് ചെയ്യണം, ഫൈനൈറ്റ് ഡയമെൻഷനിലാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതിനാണ് ബി ഈസ് ഈക്വൽ ടു W1 W2 W3 എക്സെട്ര WM. ബി എ ബേസിസ് ഫോർ ഡബ്ല്യുവിൻ്റെ ബേസിസ് ആണ് എന്ത്, ബി എന്ന് പറയുന്നത്. അതായത് എന്നിനേക്കാളും കുറവായിരിക്കുന്നതാണ് നമ്മൾ, എന്നിന് കുറവായിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത് ഫൈനൈറ്റ് ഡയമെൻഷനിൽ ആയതുകൊണ്ട്. ഇഫ് ബി ഈസ് ഓൾസോ എ ബേസിസ് ഫോർ വി, ബി എന്ന് പറയുന്നതും വിയുടെ ബേസിസ് ആണ്. ഇവിടെ ഡബ്ല്യു എന്ന് പറയുന്നത് ബിയുടെ ബേസിസ് ആണ്, അല്ല വിയുടെ ബേസിസ് ആണെന്ന് എടുത്തു. അതിൻ്റെ കൂടെ തന്നെ ബി എന്ന് പറയുന്നതും ബേസിസ് ഫോർ വി ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, എം ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, എം ആയിരിക്കും. കാരണം ഇതിലുള്ളത് ഡയമെൻഷൻ രണ്ടും എന്തിൻ്റെ ബേസിസ് ആണ്, വിയുടെ ബേസിസ് ആണെന്നുണ്ടെങ്കിൽ എലമെൻറ്റ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, എം ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ, ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എന്താണ്, ഡബ്ല്യു എന്നാണ്. ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു എന്നാണ്. പക്ഷേ ഇഫ് ബി ഈസ് നോട്ട് എ ബേസിസ് ഫോർ വി, ബി എന്ന് പറയണത് വിയുടെ ബേസിസ് അല്ല എന്നുണ്ടെങ്കിൽ ബി ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി. ബി എന്ന് പറയണത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തിയറം 7.3 ബി പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വി എന്ന് പറയുന്നത് നമ്മളെ പ്ലസ് ഓർ മൈനസ് തിയറത്തിൽ തന്നെ പറയുന്നില്ല, അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി എൻലാർജ്ഡ് ടു എ ബേസിസ് ഫോർ വി ബൈ ഇൻസേർട്ടിങ് അപ്രോപ്രിയേറ്റ് വെക്ടർ. അതിലേക്ക് നമുക്ക് ബേസിസ് അല്ല എന്നുണ്ടെങ്കിൽ ബേസിസ് ആയിട്ട് ഒരാളെന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് അതിനെന്താക്കി മാറ്റാം, ബേസിസ് ആക്കിയിട്ട് മാറ്റാം. അങ്ങനെയാണെങ്കിൽ എന്താവും, ആ ബേസിസിൻ്റെ എണ്ണം, എലമെൻസിൻ്റെ എണ്ണം എന്തായിരിക്കും, നിലവിൽ ബീനേക്കാൾ കുറവായിരിക്കും. അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്താ ചെയ്യുക, നമുക്ക് അതിലേക്ക് മാറ്റാം. അപ്പം അത് ഇംപ്ലൈസ് ചെയ്യുന്നത് എന്താ, ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് വി. നേരത്തെ കിട്ടി ബേസിസ് ആണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ആണ്. ബേസിസ് ആണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് വിയും ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ആണ്. കാരണം എന്താണ്, എലമെൻസിൻ്റെ എണ്ണം ഡയമെൻഷൻ സെയിം ആവണം എന്ന് തിയറം ഉണ്ട്. ഇവിടെ ബേസിസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ ബേസിസ് ആക്കാൻ വേണ്ടി എലമെൻസിനിലേക്ക് ആഡ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഓൾറെഡി കുറവായതുകൊണ്ടാണ് ബേസിസ് ആഡ് ചെയ്തിട്ട് അതിനെന്താക്കി മാറ്റണത്, ബേസിസ് ആക്കി മാറ്റുന്നത്. അപ്പം ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് വി എന്ന് എഴുതാം. അങ്ങനെയാണ് ഈക്വലും ആവാം ലെസ് ദാനും ആവാം. അതുകൊണ്ട് തന്നെ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി മൂന്നാമത്തെ സെക്ഷൻ പറയുന്നത് ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി. ഡബ്ല്യുവും വിയും ഈക്വൽ ആവണമെങ്കിൽ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവും ഡയമെൻഷൻ ഓഫ് വി എന്താവണം, സെയിം ആവണം എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഇഫ് ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആൻഡ് ഡബ്ല്യു ബി എ സബ് സ്പേസ്. നമ്മൾ എയിൽ പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യു എന്താണ്, ഫൈനൈറ്റ് ഡയമെൻഷനിലാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇഫ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു എൻ. ആ രണ്ടും ഈക്വൽ ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവും ഡയമെൻഷൻ ഓഫ് വിയും എന്താണ്, എൻ ആണെന്നുണ്ടെങ്കിൽ ദെൻ ദ ബേസിസ് ബി ഓഫ് ഡബ്ല്യു ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി ഹാവിങ് എൻ എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ ബേസിസ് ബി ഓഫ് ഡബ്ല്യുയുടെ ബേസിസ് ആയിട്ടുള്ള ബിയിൽ എന്തുണ്ടാവും, എൻ എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. പോരാത്തത് അതിന് വിയുടെ എന്തായിരിക്കും, സബ്സെറ്റും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളെ തിയറം 7.2 ബി ഈസ് ബേസിസ് ഓഫ് വി, ബി വിൽ ബി ദ ബേസിസ് ഓഫ് വി ആവും. ബി എന്താണ്, വിയുടെ ബേസിസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു വിൽ ബി സ്പാൻ ബി വിച്ച് വിൽ ബി ഈക്വൽ ടു വി. ഡബ്ല്യു തന്നെയായിരിക്കും സ്പാൻ ബി തന്നെയായിരിക്കും വി. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു വി എന്ന് കിട്ടും. ഡബ്ല്യു ഇസ് ഈക്വൽ ടു വി എന്ന് കിട്ടിയാൽ തീർച്ചയായും ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം, ഡയമെൻഷൻ ഓഫ് വി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി കിട്ടണമെങ്കിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താവണം, വി ആവണം.
ഇതിന് മുന്നുള്ള തിയറംസ് ബേസ് ചെയ്തിട്ടാണ് ഈ തിയറംസൊക്കെ വരുന്നത്. അപ്പോൾ ആ തിയറംസ് എല്ലാ തിയറംസും കൃത്യമായിട്ട് പഠിച്ചാലേ ഈ തിയറംസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. തൊട്ട് മുന്നത്തെ തിയറംസ് ഇങ്ങനെ യൂസ് ചെയ്തിട്ടാണ് ഓരോ തിയറംസും എന്ത് ചെയ്യണത്, ആയി വരുന്നത്. അപ്പോൾ അതിൽ എല്ലാ തിയറംസും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോന്നും പഠിക്കണം, അതൊക്കെ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പ്രോബ്ലംസിലേക്ക് കിടക്കുകയാണ്. പ്രോബ്ലം എന്താ പറയണമെന്ന് വെച്ചാൽ, ഫൈൻഡ് എ ബേസിസ് ഫോർ ദ സൊല്യൂഷൻ സ്പേസ് ഫോളോവിങ് ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം, ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ദ സ്പേസ്. അതായത് സൊല്യൂഷൻ സ്പേസ്, ഫൈൻഡ് എ ബേസിസ് ഫോർ ദ സൊല്യൂഷൻ സ്പേസ്, സൊല്യൂഷൻ സ്പേസിന് ബേസിസ് കാണുക. പിന്നെയോ സൊല്യൂഷൻ ഫൈൻഡ് ദ ബേസിസ് ഫോർ ദ സൊല്യൂഷൻ സ്പേസ്, ഇതിൻ്റെ സൊല്യൂഷൻ സ്പേസ് കാണുക, അതിൻ്റെ ബേസിസ് കാണുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ സ്പേസ് കാണണമെങ്കിൽ ആദ്യം ഇതിൻ്റെ സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ്. നമുക്കറിയാം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനാണ്. നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആക്കിയിട്ട് മാറ്റുന്നു. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എന്താണ്, നമ്മൾ കോയിഫിഷ്യൻറ്റുകൾ ചേർത്ത് എഴുതുന്നു, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഈ ഈക്വൽ സൈൻ്റെ അപ്പുറമുള്ള 0 0 0 0 എഴുതി. ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നമുക്ക് അതിനെ റോ റെഡ്യൂസ്ഡ് ഇക്ലോൺ ഫോമിലേക്ക് ആക്കണം. റോ റെഡ്യൂസ്ഡ് ഇക്ലോൺ ഫോമിലേക്ക് ആക്കാൻ ലീഡിങ് ഫസ്റ്റത്തെ റോയിൽ ഫസ്റ്റത്തെ എലമെൻറ്റ് 1 ആണ്, താഴെയുള്ള 3 0 ആക്കണം. ആ 1ഉം 4ഉം 5ഉം 1ഉം 4ഉം 5ഉം എന്താക്കണം, 0 ആക്കണം. അതിന് ഈ റോ ഓപ്പറേഷൻസ് എന്ത് ചെയ്താൽ മതി, അതെന്തായിക്കോളും, 0 ആയിക്കോളും. അതിന് താഴെയുള്ളത് 3ഉം 0 ആയി. അടുത്തത് എന്താണ്, ലീഡിങ് രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആക്കണം. അവിടെ 3 ആണ് ഓൾറെഡി ഉള്ളത്, 3 1 ആക്കാൻ അതിനെ ഡിവൈഡഡ് ബൈ 1/3, ആ റോനെ മൊത്തത്തിൽ ഡിവൈഡ് ബൈ 1/3 ചെയ്താൽ മതി. അപ്പോൾ 0നെ ഡിവൈഡ് ചെയ്താൽ 0, 3നെ ഡിവൈഡ് ചെയ്താൽ 1, -3നെ ഡിവൈഡ് ചെയ്താൽ -1/3, 4നെ ഡിവൈഡ് ചെയ്താൽ -4/3, 0നെ ഡിവൈഡ് ചെയ്താൽ 4 തന്നെ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ലീഡിങ് 1ൻ്റെ താഴെയുള്ള 2 എലമെൻറ്റുകൾ 0 ആക്കുക. അതായത് 9ഉം 3യും 0 ആക്കാൻ ഈ 2 ഓപ്പറേഷൻസ് എന്ത് ചെയ്താൽ മതി. അപ്പോൾ 9ഉം 3ക്കും പകരം എന്ത് വരും, 0 വന്നു. 0 വരുമ്പോൾ ആ ലാസ്റ്റ് 2 റോയ് ഓൾറെഡി എന്തായി മാറി, 0 ആയിട്ട് മാറി. അപ്പോൾ ഇനി രണ്ടാമത്തെ എലമെൻ്റാണ് ലീഡിങ് 1. അതിൻ്റെ ഇപ്പോൾ റോ ഇക്ലോൺ ഫോമായി. ഇനി റോ റെഡ്യൂസ്ഡ് ഇക്ലോൺ ഫോം ആക്കാൻ ആ -2നും കൂടി എന്താക്കണം, 0 ആക്കണം. -2നെ 0 ആക്കാൻ ഈ റോ ഓപ്പറേഷൻ എന്ത് ചെയ്താൽ മതി. അപ്പോൾ -2 എന്താവും, 0 ആവും. അങ്ങനെ 0 ആയി കഴിഞ്ഞാൽ അത് റോ റെഡ്യൂസ്ഡ് ഇക്ലോൺ ഫോം ആയി. റോ റെഡ്യൂസ്ഡ് ഇക്ലോൺ ഫോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എല്ലാം 0 ആയിട്ടുള്ള റോകളായിട്ടും താഴെ ഉണ്ടാവണം. പിന്നെ ലീഡിങ് 1കളുടെ താഴെയും മുകളിലുള്ള എലമെൻറ്റുകളൊക്കെ 0 ആക്കണം. ഇവിടെ 2 ലീഡിങ് 1കളാണുള്ളത്. ഇതിൻ്റെ താഴെയുള്ള മൊത്തം 0 ആണ്. ഈ ലീഡിങ് 1ൻ്റെ താഴെ മുകളിലുള്ള മൊത്തം 0 ആണ്. വേറെ ലീഡിങ് 1കളൊന്നുമില്ല. റോ റെഡ്യൂസ്ഡ് ഇക്ലോൺ ഫോം ആക്കിയാൽ അതിന് സൊല്യൂഷൻ കാണാൻ എന്ത് ചെയ്യുക, നമ്മൾ ഇതുപോലെ എന്താക്കി മാറ്റുക, ആ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ നമ്മളെ ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റുക. അതായത് 1 0 -1 5/3 എന്നുള്ളതും പിന്നെ XYZ നോട് ഇൻറ്റു ചെയ്താൽ കിട്ടുന്നത് സൊല്യൂഷൻ മെട്രിക്സ് 0 0 0 0 എന്നായിരിക്കും. അങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് നമ്മൾ ഇക്വേഷൻസ് ഉണ്ടാക്കുന്നു. 1 × x + 0 × y -1 × z + 5/3 × w എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഇക്വേഷൻസ് നിന്നുണ്ടാവുന്നു. കാരണം 2 റോയേ ഉള്ളൂ, ബാക്കി 2 എന്താണ് 0 ആയതുകൊണ്ട് 2 ഇക്വേഷൻസ് ഉണ്ടാവുന്നു. 2 ഇക്വേഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആകെ 2 ലീഡിങ് 1കളാണുള്ളത്. അത് എക്സിനും വൈക്കും കറസ്പോണ്ടിങ് ആയിട്ടാണുള്ളത്. അപ്പോൾ x = എന്നും y = എന്നുമായിട്ട് ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. x = എന്നാകുമ്പോൾ -z ആയിട്ട് പോകുമ്പോൾ +z ആവും, +5/3 w ആയിട്ട് പോകുമ്പോൾ -5/3 w ആവും. ഇവിടെ y = എന്ന് പറയുമ്പോൾ -z ആയിട്ട് പോകുമ്പോൾ +z ആവും, +4/3 w -4/3 w എന്നാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെറ്റും ഡബ്ല്യു എന്താണ്, ഫ്രീ വേരിയബിൾസ് ആണ്. അതിനാണ് സെറ്റിനും ഡബ്ല്യുവിനും നമ്മൾ എന്ത് ചെയ്യും, ഫ്രീ വേരിയബിൾസിന് RS എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആർബിട്രറി വാല്യൂസ് അസ്യൂം ചെയ്യുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിന് വാല്യൂ കിട്ടി R - 5/3s, y എന്ന് പറഞ്ഞാൽ R - 4/3s, ZR, W എന്താണ് S. അങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ XYZ W അതിൻ്റെ സൊല്യൂഷൻ അല്ലേ, XYZ Wൻ്റെ സൊല്യൂഷൻ കിട്ടി. R - 5/3s, R - 4/3s, R, S. ഇതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, ഈ 6 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ
ഫസ്റ്റത്തെ ടേമിൽ പിന്നെ 1 ആണുള്ളത് അല്ലേ. പിന്നെ 6ൻ്റെ ടേമില്ല. രണ്ടാമത്തേലും 6ൻ്റെ ടേമുണ്ട്, ഒരു 6ൻ്റെ ടേമുണ്ട്, അവിടെയും 1 ആയി. മൂന്നാമത്തേൽ 6ൻ്റെ ടേമുണ്ട്, 1 തന്നെ. നാലാമത്തേൽ 6ൻ്റെ ടേമില്ല, എസ് മാത്രമേ ഉള്ളൂ, 0. അതായത് 6 1 1 1 0. ഇനി എസ്, ഇതുപോലെ എസ്സുകൾ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. അതായത് -5/3 എസ്. ഫസ്റ്റ് ടേമിൽ -5/3 ഉണ്ട്, സെക്കൻഡ് ടേമിൽ -4/3 ഉണ്ട്. മൂന്നാമത്തെ ടേമിൽ എസ് ഇല്ല, 6 മാത്രമേ ഉള്ളൂ, അപ്പോൾ 0 ആയി. നാലാമത്തെ ടേമിൽ എസ് ഉണ്ട്, അപ്പോൾ എസ് 1, അപ്പോൾ എസ് പുറത്തേക്ക് എടുത്തു. അതായത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മുകളിലുള്ളതാണ് എന്ത് ചെയ്യുക, കിട്ടുക അല്ലേ. 6 × 1 6ഉം പിന്നെ എസ് × -5/3 കൂടി പറഞ്ഞാൽ 6 - 5/3 എസ് എന്ന് അങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ കിട്ടിയ എന്താ, ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇതിന്ന് പിന്നെ ഈ മുകളിലുള്ള സ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, 1/3 പുറത്തേക്ക് എടുക്കുന്നു. ഈ മുകളിലുള്ളതെന്ന് ഇപ്പോൾ ഓൾറെഡി എസ് ആണ് പുറത്തുള്ളത്, അതിനൊരു -1/3 കൂടി പുറത്തേക്ക് എടുക്കുന്നു. -1/3 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ബാക്കി -5/3 ഉണ്ടാവും. ഇവിടെ -4/3 -1/3 പുറത്തെടുത്താൽ -4/3 -1/3 പുറത്തെടുത്താൽ +4 ഉണ്ടാവും. 0 1/3 പുറത്തെടുത്താൽ 0 ഉണ്ടാവും. 1 -1/3 പുറത്തെടുത്താൽ എന്തുണ്ടാവും, -3 ഉണ്ടാവും. കാരണം -3 -1/3 കൂടി ഇൻറ്റു ചെയ്ത് എന്താവും, 1 ആവും. അതുകൊണ്ടാണ് -3 അവിടെ വന്നത്. അപ്പോൾ നമ്മളിതിനെ എന്താക്കി മാറ്റി, ഇങ്ങനെ ആക്കി മാറ്റിയാൽ അതെന്തായി മാറി, 2 വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് മാറി അല്ലേ. 6 1/3 എസ് എന്ന് പറയുന്ന 2 കോൺസ്റ്റൻറ്റുകൾ അല്ലെങ്കിൽ സ്കേലാറുകളെ കൊണ്ട് 2 വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യല്ലേ ചെയ്യണേ. അപ്പോൾ 2 വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് മാറി. ഏതൊക്കെ വെക്ടേഴ്സിൻ്റെ, ആ 1 1 1 0 എന്ന് പറയുന്ന വെക്ടറിൻ്റെയും 5 4 0 3 എന്ന് പറയുന്ന വെക്ടറിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് അത് മാറി. ലീനിയർ കോമ്പിനേഷനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 സ്കേലാറുകൾ കൺസിഡർ ചെയ്യുന്നു. K1 K2 എന്ന് പറയുന്ന സ്കേലാറുകൾ കൺസിഡർ ചെയ്യുന്നു. K1 V1 + K2 V2 = 0 അല്ലേ. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പം V1ന് പകരം നമ്മളെ മുകളിലുള്ള സ്കേലാർ കൊടുക്കുക, V2ന് പകരം സ്കേലാർ കൊടുക്കുക, വിച്ച് വിൽ ബി ഈക്വൽ ടു 0 എന്നുള്ളത് ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, ഇത് സോൾവ് ചെയ്ത് വരുമ്പം K1 K2 = 0 എന്ന് കിട്ടും. K1 K2 = 0. K1 V1 + K2 V2 = 0 അല്ലെങ്കിൽ K1 K2 = 0 എന്ന് പറഞ്ഞാൽ V1 and V2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ V1 V2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അല്ലേ. V1 V2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ V1 V2 ഫോം എ ബേസിസ് ഫോർ V1 V2 എന്ത് ചെയ്യുന്നു, ഒരു ബേസിസ് ഫോം ചെയ്യുന്നു. V1 V2 ഫോം എ ബേസിസ് ഫോർ V. Therefore സൊല്യൂഷൻ സ്പേസ് ഈസ് ഓഫ് ഡയമെൻഷൻ 2 ആണ്. ബേസിസ് ഫോർ V ആണ് ഈ V1 V2 എന്ന് പറയുന്ന സെറ്റ് വിയുടെ ഒരു ബേസിസ് ആണ്. ബേസിസ് ആണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ബേസിസിൽ എത്ര എലമെൻ്റ് ഉണ്ട് നോക്കിയാൽ മതി. ഇവിടെ ബേസിസ് എത്ര എലമെൻ്റ് ആണ്, V1 V2 എന്ന് പറയുന്ന 2 എലമെൻ്റ് ആണ്. അപ്പോൾ ഡയമെൻഷൻ എത്രയാണ്, 2 ആണ്. അങ്ങനെയാണ് നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഡിറ്റർമൈൻ ദ സബ്സ്പേസ് ഓഫ് R3 വിത്ത് ഡയമെൻഷൻ 0 1 2 ആൻഡ് 3. അതായത് R3 എന്ന് പറയുന്നതിൻ്റെ സബ്സ്പേസ് കാണാനാണ്. അതിൻ്റെ ഡയമെൻഷനുകൾ 0 ആയിട്ടുള്ള ഡയമെൻഷനുള്ള സബ്സ്പേസ്, 1 ആയിട്ടുള്ള ഡയമെൻഷൻ്റെ സബ്സ്പേസ്, 2 ആയിട്ടുള്ളതിൻ്റെ സബ്സ്പേസ്, 3 ആയിട്ടുള്ളതിൻ്റെ സബ്സ്പേസ്. അപ്പോൾ നമ്മൾ റിയൽ വെക്റ്റർ സ്പേസ് R3 കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ വെക്റ്റർ സ്പേസ് ദിസ് ഈസ് ഓഫ് ഡയമെൻഷൻ 3. വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എത്രയാണ്, 3 ആണ്. അപ്പോൾ W എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് R3 എന്ന് കൺസിഡർ ചെയ്യുന്നു നമ്മൾ. അപ്പം R3 എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷനിലായതുകൊണ്ട് അതിൻ്റെ സബ്സ്പേസ് ആയിട്ടുള്ള W എന്തായിരിക്കും, ഫൈനൈറ്റ് ഡയമെൻഷനിലാണ് അല്ലേ. ആ ഫൈനൈറ്റ് ഡയമെൻഷനിലാണ് മാക്സിമം അതിൻ്റെ ഡയമെൻഷൻ എത്ര വരെ വരാൻ പറ്റുള്ളൂ, 3 വരെ വരാൻ പറ്റുള്ളൂ. അതായത് n ഡയമെൻഷനിലെ സബ്സ്പേസ് എന്ന് പറഞ്ഞാൽ മാക്സിമം എന്ത് വരെ വരാൻ പറ്റുള്ളൂ, n ഡയമെൻഷനിൽ വരെ വരാൻ പറ്റുള്ളൂ, അതിൻ്റെ മുകളിൽ പോകില്ല. അപ്പോൾ ഇവിടെ R3 എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷനിലാണ്. അപ്പോൾ W എന്തായിരിക്കും, മാക്സിമം 3 ഡയമെൻഷനിൽ, അതായത് 0 ഡയമെൻഷനിലാവാം, 1 ഡയമെൻഷനിലാവാം, 2 ആവാം, എന്തും ആവാം, 3 ആവാം. അപ്പം ഇഫ് ഡയമെൻഷൻ ഓഫ് W = 0, ഡബ്ല്യൂയുടെ ഡയമെൻഷൻ 0 ആകുമ്പം നമുക്ക് ഡബ്ല്യൂയിലെ എലമെൻറ്റ്സ് 0 0 0 അഥവാ 0 സബ്സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഡയമെൻഷൻ ഓഫ് W = 1, ഡബ്ല്യൂവിൻ്റെ ഡയമെൻഷൻ 1 ആണെങ്കിൽ നമുക്ക് W ഹാസ് എ ബേസിക് കൺസിസ്റ്റ് ഓഫ് സിംഗിൾ നോൺ സീറോ എലമെൻറ്റ്. അതിലൊരു സിംഗിൾ നോൺ സീറോ എലമെൻറ്റ് മാത്രമായിട്ട് കൺസിഡർ ചെയ്യാം. ആ XYZ ആണ് എന്ത്, ആ എലമെൻറ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. അതായത്
W എന്ന് പറഞ്ഞാൽ ലാംഡ എക്സ് വൈ സെഡ്, ലാംഡ ഇൻറ്റു എക്സ് വൈ സെഡ്. അതായത് ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സ്കേലാർ ആവും. ലാംഡ വിൽ ബി എ സ്കേലാർ. അതായത് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടല്ലേ നമ്മൾ ബേസിസിന് എഴുതുക. അതിലുള്ള എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബേസിസുകൾ എഴുതുക. അപ്പോൾ W ഹാസ് എ ബേസിസ്. W എന്ന് പറഞ്ഞ ഒരു ബേസിസ് ആണ്. അതിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എങ്ങനെയാണ്, ലാംഡ ഇൻറ്റു എക്സ് വൈ സെഡ്. ലാംഡ ഇൻറ്റു എക്സ് വൈ സെഡിനെ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, എഴുതാം, ലാംഡ എക്സ് ലാംഡ വൈ ലാംഡ സെഡ്. അങ്ങനെയാണെങ്കിൽ ലാംഡ എക്സ് ലാംഡ വൈ ലാംഡ സെഡ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ ലൈൻ പാസിങ് ത്രൂ ദ ഒറിജിൻ ആൻഡ് ദ പോയിൻ്റ് എക്സ് വൈ സെഡ്. ഒരു ലൈനായിരിക്കും 0 0 0യിൽ, അത് ഒറിജിനിലൂടെയും ഒരു എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന ഒരു ലൈനായിരിക്കും അത്. ഇനി ഡയമെൻഷൻ, അപ്പം R3 എന്ന് പറയുന്നതിൻ്റെ സബ്സ്പേസ് വിത്ത് ഡയമെൻഷൻ 1, R3 എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷൻ 1 ആയിട്ടുള്ള സബ്സ്പേസുകളൊക്കെ എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻസ് ത്രൂ ദ ഒറിജിൻ ആയിരിക്കും. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. ഇനി ഡയമെൻഷൻ 2 ആകുമ്പോൾ, if dimension of W is equal to 2 ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ W has a basis consisting of 2 നോൺ സീറോ എലമെൻറ്റ്സ്. Wയിൽ 2 നോൺ സീറോ എലമെൻറ്റുകളുണ്ട്, x1 y1 z1, x2 y2 z2. അപ്പോൾ നമ്മൾ എന്തുണ്ടാവും, 2 സ്കേലാറുകളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ലീനിയർ കോമ്പിനേഷനായിട്ട് നമ്മൾ എഴുതും അല്ലേ. അതല്ലേ നമ്മൾ ബേസിസ് എന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ W ലാംഡ 1 x1 y1 z1 പ്ലസ് ലാംഡ 2 x2 y2 z2 എന്നുള്ളത് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ എങ്ങനെയാവും, ലാംഡ 1 x1 പ്ലസ് ലാംഡ 2 x2 എന്നുള്ള ഒരു എലമെൻറ്റ്, ലാംഡ 1 y1 പ്ലസ് ലാംഡ 2 y2 എന്ന് പറഞ്ഞ അടുത്ത എലമെൻറ്റ്, ലാംഡ 1 z1 പ്ലസ് ലാംഡ 2 z2 എന്ന് പറഞ്ഞ അടുത്ത എലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ അതും എന്താണ്, വിച്ച് ഈസ് എ പ്ലെയിൻ പാസിങ് ത്രൂ ദ ഒറിജിൻ 0 0 0. അത് ഒരു പ്ലെയിൻ ആണ്, പാസിങ് ത്രൂ ദ ഒറിജിൻ 0 0 0 ആൻഡ് ദ പോയിൻറ്റ്സ് x1 y1 z1 ആൻഡ് x2 y2 z2. x1 y1 z1 x2 y2 z2 എന്ന് പറയുന്ന പോയിന്റുകളിലൂടെയും ഒറിജിനിലൂടെയും പാസ് ചെയ്യുന്നൊരു പ്ലെയിൻ ആണത്. അപ്പോൾ സബ്സ്പേസ് ഓഫ് R3 വിത്ത് ഡയമെൻഷൻ 2 ആർ പ്ലെയിൻസ് ത്രൂ ദ ഒറിജിൻ. ഓക്കെ, സബ്സ്പേസ് ഓഫ് R3 വിത്ത് ഡയമെൻഷൻ 2 എന്ന് പറയുന്നത് പ്ലെയിൻസ് ആയിരിക്കും. ഇനി സബ്സ്പേസ് ഓഫ് ഡയമെൻഷൻ 3, R3യുടെ ഡയമെൻഷൻ 3 ആണ്. സബ്സ്പേസ് ഓഫ് ഡയമെൻഷൻ 3 എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും, R3ക്ക് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. 0 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അത് 0 സബ്സ്പേസിന് ഈക്വൽ ആയ പോലെ ഡയമെൻഷൻ 3 ആകുമ്പോൾ അത് എന്തിന് ഈക്വൽ ആയിരിക്കും, R3ക്ക് ഈക്വൽ ആയിരിക്കും. അടുത്ത പ്രോബ്ലം നോക്കുകയാണെങ്കിൽ, ഫൈൻഡ് ദ ബേസിസ് ഫോർ ദ സബ്സ്പേസ്. സബ്സ്പേസിൻ്റെ ബേസിസ് കാണാം. W തന്നിട്ടുണ്ട്, Wൻ്റെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, C is equal to A minus B and D is equal to A plus B എന്ന് പറയുന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഓഫ് R4 ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് ഡയമെൻഷൻ. ബേസിസ് ഫോർ ദ സബ്സ്പേസ്, ഈ Wൻ്റെ ബേസിസ് കാണാം, R4ൻ്റെ ബേസിസ്. ഓക്കെ, ഇനി വെക്ടർ ABCD ഇൻ W ക്യാൻ ബി റിട്ടൺ ആസ്. Wയിലുള്ള ഏത് വെക്ടറിനെയും നമുക്ക് ബേസിസ് ആയതുകൊണ്ട് ABCDനെ ആൾറെഡി ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് തന്ന കണ്ടീഷനാണ്. എക്ക് വരെ A തന്നെയാണ്, ബിക്ക് വരെ B തന്നെയാണ്. പക്ഷേ സിക്ക് വരെ എന്ത് ചെയ്യുന്നു, A മൈനസ് ബി കൊടുക്കുന്നു, ഡിക്ക് വരെ എന്ത് കൊടുക്കുന്നു, A പ്ലസ് ബി കൊടുക്കുന്നു. ഇനി അതിന് എന്ത് ചെയ്യുന്നു, എയും ബിയും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. എ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ 1 0 0 1 0 1 1 ആവും. ബി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ 0 1 -1 1 1 ആവും. അതായത് നോക്കിയേ, ആ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള സാധനം തന്നെയാണ് എന്ത് ചെയ്യുക, കിട്ടുക. അപ്പോൾ അവിടെ ABCDനെ എന്തായിട്ട് എഴുതി, ലീനിയർ കോമ്പിനേഷൻ ഓഫ് 2 വെക്ടേഴ്സ് ആയിട്ട് എഴുതി. ABCDനെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 2 വെക്ടേഴ്സ് ആയിട്ട് എഴുതി. അതായത് ABCD എന്ന് പറഞ്ഞാൽ എന്താണ്, W ആണ്. ലീനിയർ കോമ്പിനേഷൻ ഓഫ് 2 വെക്ടേഴ്സ് ഏതൊക്കെയാണ്, 1 0 1 1 0 1 -1 1 1. അതായത് സ്പാൻ ആ V1 V2 രണ്ട് വെക്ടേഴ്സായിട്ട് സ്പാൻ ആയിട്ട് ആ രണ്ട് വെക്ടേഴ്സ് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും കൂടിയാണെന്ന് കാണിച്ചാൽ നമുക്ക് എന്ത് പറയാം, അത് ബേസിസ് ആണ് എന്ന് പറയാൻ പറ്റും. അതിന് വേണ്ടി രണ്ട് സ്കേലാറുകൾ കൺസിഡർ ചെയ്യുന്നു, K1 K2 എന്ന് പറയുന്ന രണ്ട് സ്കേലാറുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ K1 1 0 0 1 1 പ്ലസ് K2 0 1 -1 1 ഈക്വൽ ടു 0 0 0 0. അതിൽ സോൾവ് ചെയ്താൽ K1ൻ്റെയും K2ൻ്റെയും വാല്യൂ നമുക്ക് കിട്ടും. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ എന്തായിരിക്കും കിട്ടുക, K1 ഈക്വൽ ടു 0,
K2 = 0 എന്ന് നമുക്ക് എന്ത് ചെയ്യും കിട്ടും. K1 ഉം K2 എന്താവും 0 ആയി. K1 ഉം K2 ആയി 0 ആയാൽ ആ രണ്ട് വെക്ടേഴ്സ് എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും സ്പാനസ് W ആയാൽ ബേസിസ് ഫോർ W ആയി. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് ബേസിസ് ആവാനുള്ള. അങ്ങനെയാണ് ബേസിസിൽ എത്ര എലമെൻറ്റുകളാണ് ഉള്ളത്? 2 എലമെൻറ്റുകളാണ് ബേസിസിലുള്ളത്. 1 0 1 1 0 1 -1 1 എന്ന് പറഞ്ഞാൽ 2 എലമെൻറ്റുകളാണ്. അതായത് ഡയമെൻഷൻ ഓഫ് W = എന്തായി 2 ആയി. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. യൂസ് പ്ലസ് ഓർ മൈനസ് തിയറം ടു ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് P1 1 - x², P2 2 - x² and P3 x³ are linearly independent vectors. P1 ഉം P2 ഉം P3 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാനാണ് അല്ലേ. അപ്പം എസ് എന്ന് പറയുന്ന സെറ്റ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. P1 P2 ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. എസ് എന്ന് പറയുന്ന സെറ്റ് P1 P2 എന്ന് പറയുന്ന സെറ്റ് P1 ഉം P2 എന്ന് പറയുന്ന സെറ്റുകൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം എന്താ? നെയ്തർ വെക്ടർ ഇൻ എസ് ഈസ് എ സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് അതർ. അതായത് 1 - x² 2 - x² പരസ്പരം എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ഒന്നിനെ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടാമത്തത് ഒരിക്കലും എന്ത് ചെയ്യാൻ പോകണില്ല, കിട്ടാൻ പോകണില്ല. 1 - x² 2 - x² ഒന്നിനെ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടൂല. അതുകൊണ്ട് സെറ്റ് എസ് P1 P2 നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. P1 എന്ന് പറയുന്നത് പോളിനോമിയലാണ്, P2 എന്ന് പറയുന്നത് പോളിനോമിയലാണ്. രണ്ടിൻ്റെ ഡിഗ്രി എന്താണ് 2 ആണ്. P3 എന്ന് പറയുന്ന ഒരു പോളിനോമിയലാണ്, ഡിഗ്രി എന്താണ് 3 ആണ് അല്ലേ. അപ്പോൾ ഒരിക്കലും P3 cannot be expressed as a linear combination of P1 and P2. കാരണം എന്താ? P1 ഉം P2 ഉം ഡിഗ്രി 2 ആണ്, P3 ഡിഗ്രി 3 ആണ്. അപ്പോൾ രണ്ടിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? P3നെ എന്ത് ചെയ്യാൻ പറ്റില്ല? എഴുതാൻ പറ്റില്ല. P1 P2 ലീനിയർ കോമ്പിനേഷനായിട്ട് P3നെ എന്ത് ചെയ്യാൻ പറ്റില്ല? എഴുതാൻ പറ്റില്ല. അങ്ങനെയാണ് പ്ലസ് ഓർ മൈനസ് തിയറം പ്രകാരം P3നെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻ ബി അഡ്ജോയിൻഡ് ടു എസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ടു പ്രൊഡ്യൂസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഉണ്ടാക്കാൻ നമുക്ക് Pനെയും കൂടി അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ P1 P2 P3 എന്തായിക്കോളും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിക്കോളും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല ഓൾറെഡി. അപ്പോൾ അതിലേക്ക് നമുക്ക് ആരെ ഇൻക്ലൂഡ് ചെയ്യാം? പുതിയൊരാളെയും കൂടി ഇൻക്ലൂഡ് ചെയ്താലും അതെന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ P1 P2 P3 ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയണമെന്ന് വെച്ചാൽ ഇൻ ദ വെക്ടർ സ്പേസ് R4 ലെറ്റ് എ എന്ന് പറയുന്ന സ്പാൻ 1 2 0 1 -1 1 1 1. ബി എന്ന് പറയുന്നത് സ്പാൻ 0 0 1 1 2 2 2 2. ഡിറ്റർമൈൻ എ ഇൻ്റർസെക്ഷൻ ബി ആൻഡ് കമ്പ്യൂട്ട് ഇറ്റ്സ് ഡയമെൻഷൻ. എ ഇൻ്റർസെക്ഷൻ ബി കാണണം, അതിൻ്റെ ഡയമെൻഷനും കാണണം അല്ലേ. എ എന്ന് പറയുന്നത് സ്പാൻ ഒരു V1 V2 എന്ന് പറഞ്ഞ പോലെ 2 വെക്ടേഴ്സ് വന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ സ്പാൻ V1 V2 പറഞ്ഞാൽ 2 വെക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബിയിലെ ഒരു എലമെൻ്റാണ് ആരിൽ നിന്ന് എടുക്കുക? എക്സ്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ സെറ്റ് എടുത്താൽ അതിലൊരു എലമെൻ്റാണ് എക്സ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതായത് എക്സ് എന്ന് പറയുന്ന ആളെ എയിലും ഉണ്ടാവും, എക്സ് എന്ന് പറയുന്ന ആളെ എന്തുണ്ടാവും? ബിയിലും ഉണ്ടാവും അല്ലേ. അപ്പോഴല്ലേ ഇൻ്റർസെക്ഷൻ വരുള്ളൂ. അതിനാണ് എക്സ് എന്ന് പറയുന്ന ആൾ എയിലുണ്ട് എന്ന് വിചാരിക്കുന്നു. എക്സ് എന്ന് പറയുന്ന ആൾ എയിലുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. എക്സ് ഇസ് ഈക്വൽ ടു ഇതാണ്. അതായത് ഏതോ ഒരു ലീനിയർ കോമ്പിനേഷൻ, ഏതിൻ്റെ? എയുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരാളാണ് ഒരു എക്സ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. അതായത് എക്സ് എന്ന് പറയുന്ന ആൾ എവിടെ ഉണ്ട്? എയിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരാൾ ബിയിലും ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എക്സിനെ നമുക്ക് വേറെ രീതിയിൽ എന്ത് ചെയ്യാം? ബീൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമ്മൾ എഴുതുന്നു. C0 0 1 1 D2 2 2 2 അല്ലേ. അപ്പോൾ നോക്കിയേ, മുകളിലുള്ളതും എക്സ് തന്നെയാണ്, താഴെയുള്ളതും എക്സ് തന്നെയാണ്. അതിന് നമ്മൾ പരസ്പരം എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുന്നു. രണ്ടും കൂടി ഈക്വലാണ്, 2 എക്സ് ആണ്. LHS എക്സ് ആണ്, RHS എന്താണ്? എക്സ് തന്നെയാണ്. അത് രണ്ടും കൂടി സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ലൈനൊക്കെ എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിങ്ങനെ കിട്ടും അല്ലേ. അപ്പുറത്ത് ആരും ഉണ്ടാവില്ല. അതായത് 0 0 0 0 എന്ന് പറഞ്ഞാൽ 0 വെക്ടറായിട്ട് നമുക്ക് കിട്ടും. ഇനി അത് നമ്മൾ സോൾവ് ചെയ്യുന്നു. എ ഉണ്ട്, -b വരും, -0c എന്ന് പറഞ്ഞാൽ 0 ആവും, 2d എന്ന് പറഞ്ഞിട്ട്
അങ്ങനെ എന്ത് ചെയ്യുന്നു, പരസ്പരം ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എ മൈനസ് ബി മൈനസ് 2d ആവും ഫസ്റ്റ് എലമെൻറ്റ്, 2a പ്ലസ് ബി മൈനസ് 2d ആവും സെക്കൻഡ് എലമെൻറ്റ്, ബി മൈനസ് സി മൈനസ് 2d ആവും തേർഡ് എലമെൻറ്റ്, എ പ്ലസ് ബി മൈനസ് സി മൈനസ് 2d ആവും നാലാമത്തെ എലമെൻറ്റ്. ഒക്കെ ഈക്വൽ ടു എന്താണ്, 0 ആണ്. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യാം. എ മൈനസ് ബി മൈനസ് 2d ഈക്വൽ ടു 0, 2a പ്ലസ് ബി മൈനസ് 2d ഈക്വൽ ടു 0, ബി മൈനസ് സി മൈനസ് 2d ഈക്വൽ ടു 0, എ പ്ലസ് ബി മൈനസ് സി മൈനസ് 2d ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എയും ബിയും സിയും ഡിയും ഈക്വൽ ടു എന്ത് കിട്ടും, 0 കിട്ടി. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ 0 0 0 0 എന്നാണ് നമുക്ക് കിട്ടുക. അതായത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, 0 0 0 0. എയിലും ബിയിലുള്ളൊരു വെക്ടർ എന്ന് പറഞ്ഞാൽ അത് 0 വെക്ടർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0 സബ്സ്പേസ്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്, 0 സബ്സ്പേസ് ആണ്. അപ്പം 0 സബ്സ്പേസിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. 0 സബ്സ്പേസിൻ്റെ ഡയമെൻഷൻ 0 ആയിരിക്കും. നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുമ്പം ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു, എസ് എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്, സബ്സെറ്റ് ഓഫ് P2. P2ൻ്റെ ഒരു സബ്സെറ്റാണ് എന്ത്, എസ്. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് സ്പാനസ്. സ്പാനസിൻ്റെ ഡയമെൻഷൻ കാണും. അപ്പോൾ സ്പാനസ് കാണും, സ്പാനസ് കൊണ്ട് ഡയമെൻഷൻ കിട്ടും. അപ്പോൾ നമ്മൾ എനി എലിമെൻറ്റ് പി ഓഫ് എക്സ് ഓഫ് സ്പാനസ്, സ്പാനസിലുള്ള ഒരു എലമെൻ്റാണ് എന്ത്, പി ഓഫ് എക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പാനസിലൊരു എലമെൻ്റ് ആയതുകൊണ്ട് എസിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് എന്ത്, പി ഓഫ് എക്സ് അല്ലേ. എസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ 2x എക്സ് മൈനസ് എക്സ് സ്ക്വയർ എക്സ് പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ എഴുതുന്നു. എ എന്ന് പറയുന്നതിനോട് ഇൻഡ് ചെയ്യുന്നു, ബി എന്ന് പറയുന്നതിനോട് ഇൻഡ് ചെയ്യുന്നു, സി എന്ന് പറയുന്നതിനോട് ഇൻഡ് ചെയ്യുന്നു, ഡി എന്ന് പറയുന്ന 4 സ്കേലാറുകളെ കൊണ്ട് ഇൻഡ് ചെയ്യുന്നു, അത് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ലീനിയർ കോമ്പിനേഷനായി. അപ്പോൾ പി ഓഫ് എക്സ് നമുക്ക് കിട്ടി എ ഇൻറ്റു 2 ബി എക്സ് സി ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി ഇൻറ്റു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. അതായത് 2 ഇൻറ്റു എ ഇൻറ്റു 1, ഞാൻ 2a ഇൻറ്റു 1 എന്ന് എഴുതി, കാരണം അത് സ്കേലാറാക്കാൻ വേണ്ടിയാണ്. എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബി പ്ലസ് സി പ്ലസ് ഡി ഇൻറ്റു എക്സ് ആയി, എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ ഡി മൈനസ് സി എക്സ് സ്ക്വയർ ആയി. അപ്പോൾ 2a എന്ന് പറയുന്നത് സ്കേലാറാണ്, ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞൊരു സ്കേലാറാണ്, ഡി മൈനസ് സി എന്ന് പറഞ്ഞൊരു സ്കേലാറാണ്. അപ്പം നമുക്ക് എന്തിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് അത് എഴുതിയത്, 1 എക്സ് സ്ക്വയറിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതിയത്. അപ്പോൾ സ്പാനസ് can be written as a linear combination of vectors 1x and x square. അപ്പം സ്പാനസിനെ നമ്മൾ എന്തിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി, 1 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി. അതായത് സ്പാനസ് ഈക്വൽ ടു സ്പാൻ 1x എക്സ് സ്ക്വയർ. സ്പാനസ് നമ്മൾ 1x എക്സ് സ്ക്വയറിൻ്റെ സ്പാനായിട്ട് എഴുതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 സ്കേലാറുകൾ കൺസിഡർ ചെയ്യുന്നു. ഈ സ്പാൻ 1x എക്സ് സ്ക്വയറിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് അത് എഴുതുന്നു. അപ്പോൾ എങ്ങനെയുണ്ടാവുക, ആൽഫ 1 ബീറ്റ എക്സ് ഗാമ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. അത് സിംപ്ലിഫൈ ചെയ്താൽ ആൽഫയും ബീറ്റയും ഗാമയും 0 മാത്രമേ വരുള്ളൂ. അതായത് 1ഉം എക്സും എക്സ് സ്ക്വയറും എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണ് അല്ലേ. സ്പാനസ് ഇസ് ഈക്വൽ ടു സ്പാൻ 1x എക്സ് സ്ക്വയർ എന്ന് കിട്ടി. 1 എക്സ് സ്ക്വയർ എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, 1x എക്സ് സ്ക്വയർ ഈസ് എ ബേസിസ് ഫോർ സ്പാനസ്. സ്പാനസിൻ്റെ ഒരു ബേസിസ് ആണ് 1ഉം എക്സും എക്സ് സ്ക്വയറും. ബേസിസ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി, സ്പാനസിൻ്റെ ഡയമെൻഷൻ കാണാൻ സ്പാനസിൻ്റെ ബേസിസിൽ 3 വെക്ടേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് സ്പാനസ് ഇസ് ഈക്വൽ ടു എന്താണ്, 3 എന്ന് കിട്ടും. നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുമ്പം ഒറ്റ പ്രോബ്ലം കൂടെ ഉള്ളൂ, അതും കൂടി സോൾവ് ചെയ്ത തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുമ്പം യു എന്ന് പറയുന്നൊരു വെക്ടർ തന്നിട്ടുണ്ട്. യു എന്ന് പറയുന്നത് അതിലുള്ള ഒരു എലമെൻറ്റ് x1 x2 x3 എന്ന് പറഞ്ഞ ട്രിപ്ലറ്റ് ആണ്, ബിലോങ്സ് ടു R3 ആണ്. അതിന് കണ്ടീഷൻ തന്നിട്ടുണ്ട് 2x1 - 3x2 + 5x3 = 0 ആവണം. അതുപോലെ ഡബ്ല്യൂയിലുള്ള ഒരു എലമെൻ്റാണ് യു, അതിനൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ യു ആൻഡ് ഡയമെൻഷൻ ഡബ്ല്യു, ഫൈൻ ഡയമെൻഷൻ ഡബ്ല്യു ആൻഡ് ഡയമെൻഷൻ യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു. യുവിൻ്റെ ഡയമെൻഷൻ കാണുക, ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ കാണുക, യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ കാണുക. 3 ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. അപ്പോൾ ആദ്യം യു എഴുതുന്നു.
x1 x2 x3 അതിന് കണ്ടീഷൻ തന്നതുകൊണ്ട് തന്നെ നമ്മൾ 2x1 മൈനസ് 3x2 പ്ലസ് 5x3 അല്ലേ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ x2 ഈക്വൽ ടു എന്നാക്കി എഴുതുന്നു. x2 ഈക്വൽ ടു എന്നാക്കി എഴുതുമ്പോൾ എന്താ, മൈനസ് 3x2 അപ്പർ സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് 3x2 എന്നാവും. ബാക്കി ഇവിടെ 2x1 പ്ലസ് 5x2 ഉണ്ടാവുക. ഇൻറ്റു 3 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ആവും. അതായത് ഇതിൽ നിന്ന് നമുക്ക് മുകളിലുള്ള ഇക്വേഷൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. 2x1 മൈനസ് 3x2 പ്ലസ് 5x3 ഈക്വൽ ടു 0 എന്ന് നമ്മൾ x2 ഈക്വൽ ടു 1/3 2x1 പ്ലസ് 5x3 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ x1 x2 x3 x1 x2 x3ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ x1 x2 x3ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x1ന് അതന്നെ, x2ന് പകരം 1/3 2x1 പ്ലസ് 5x3, അതുപോലെ x3ക്ക് പകരം x3 തന്നെ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇപ്പം 1/3നെ 3 കൂടി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഫസ്റ്റത്തെ x1ൽ ശരിക്കും 1/3 ഇല്ല. അപ്പോൾ അത് എന്ത് ചെയ്യാൻ, ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 3x1 എന്ന് കൊടുക്കുന്നു. കാരണം 3x1 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാൽ എന്താ, x1 ആയിക്കോളും. പിന്നെ 1/3 2x1ലും 5x3ലും 1/3 ഉള്ളതുകൊണ്ട് അതിൽ കുഴപ്പമില്ല. പിന്നെയോ ലാസ്റ്റത്തെ x3ലും 1/3 ഇല്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, 3x3 എന്നും കൂടി അവിടെ കൊടുക്കുന്നു. അപ്പോൾ 1/3 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് അത് വന്നു അല്ലേ. ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ x1 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കും. അപ്പോൾ 1/3ൻ്റെ കൂടെ x1 പുറത്തേക്ക് വന്നാൽ 3 2 മൂന്നാമത്തെ ടേമിൽ x1 ഇല്ല, അതുകൊണ്ട് 0 3 2 0. അടുത്ത് 1/3ൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, x3 പുറത്തേക്ക് എടുത്താൽ ഫസ്റ്റത്തെ ടേമിൽ x3 ഇല്ല, x1 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 0 വന്നു. രണ്ടാമത്തേൽ ഉണ്ട് x3, അപ്പോൾ 5 വന്നു. മൂന്നാമത്തേൽ x3 ഉണ്ട്, അത് 3 വന്നു. അതില്ലാത്ത സ്ഥലത്ത് 0 എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. അപ്പോൾ നോക്കിയേ, 1/3 x1ൻ്റെ ലീനിയർ 320ൻ്റെ 053ൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് അവിടെ വന്നത് അല്ലേ. യു എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് വന്നത്. അപ്പോൾ യു ഈസ് ഈക്വൽ ടു സ്പാൻ ഓഫ് 320 ആൻഡ് 053. 320ൻ്റെ 053ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമ്മൾ യുവിന് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ യു ഇസ് ഈക്വൽ ടു സ്പാൻ ഓഫ് 320 053 എന്ന് എഴുതാം. സ്പാൻ ഓഫ് 320 053 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്, 320ൻ്റെ 053ൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്താ ചെയ്യാറ്, എഴുതാറാണ് ചെയ്യാറ്. ഇനി 320 053നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലീനിയർ കോമ്പിനേഷൻ കാണുന്നു. ലീനിയർ കോമ്പിനേഷൻ അതിന് വേണ്ടി നമ്മൾ ആൽഫ ബീറ്റ എന്ന് പറയുന്ന രണ്ട് സ്കാലാറുകൾ കൺസിഡർ ചെയ്യുന്നു, ഇൻറ്റു ചെയ്യുന്നു, ഇക്വേറ്റ് ചെയ്യുന്നു 0 0 0ലേക്ക്. അങ്ങനെ ചെയ്യുമ്പോൾ ആൽഫ ബീറ്റ ഗാമേൻ്റെ ആൻസർ കിട്ടും. ആൽഫ ബീറ്റേൻ്റെ ആൻസർ കിട്ടും. ആൽഫയും ബീറ്റയും 0 ആണ്. അതിൻ്റെ അർത്ഥം എന്താ, ആൽഫയും ബീറ്റയും 0 കിട്ടുക എന്ന് പറഞ്ഞാൽ 320 053 എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആണ്. 320 ആൻഡ് 053 ആർ ഇൻഡിപെൻഡൻറ്റ്. അതിൻ്റെ കൂടെ തന്നെ മുകളിൽ തന്ന് പറഞ്ഞിട്ടുണ്ട് യു ഇസ് ഈക്വൽ ടു സ്പാൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എ ബേസിസ് ഓഫ് യു. ആ വെക്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ബേസിസ് ഓഫ് യു ആണ്. ആ ബേസിസ് ഓഫ് യു ആകുമ്പോൾ അതിൽ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് നോക്കുക. 320 053 എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സാണ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് യു ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതേപോലെ തന്നെയാണ് നമ്മൾ ഡബ്ല്യുവിനെ ഇവിടെ സോൾവ് ചെയ്യുക. ഡബ്ല്യുവിനെ സോൾവ് ചെയ്യുമ്പോൾ അത് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഡബ്ല്യുവിന് കണ്ടീഷൻ തന്നിട്ടുണ്ട് 4x1 പ്ലസ് x2 മൈനസ് 3x3 ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് ഈ x3 ഈസ് ഈക്വൽ ടു 1/3 4x1 പ്ലസ് x2 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടാക്കുന്നു. കാരണം മൈനസ് 3x3 അങ്ങോട്ടും ഉണ്ടായാൽ മതി, പ്ലസ് 3x3 ആവും. എന്നിട്ട് ഇൻറ്റു 3നെ ഇങ്ങോട്ട് ഉണ്ടാകുന്ന ഡിവൈഡ് ബൈ 3 ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് x1 x2 x3 ഡബ്ല്യൂയിലുള്ള x1 x2 x3 നമുക്ക് എങ്ങനെ എഴുതാം, x1ന് x1 തന്നെ എഴുതി, x2ന് x2 തന്നെ എഴുതി, x3ക്ക് പകരം 1/3 ഇൻറ്റു 4x1 പ്ലസ് x2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെയോ അത് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി 1/3നെ കോമൺ ആയിട്ട് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ഫസ്റ്റത്തെ ടൈം x1ൽ 1/3 ഇല്ലാത്തതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ 3x1 എടുക്കുന്നു. x2ൽ 1/3 ഇല്ലാത്തതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ 3x2 എടുക്കുന്നു. പിന്നെ 4x1 പ്ലസ് x2ലും കോമൺ ആയിട്ട് 1/3 ഉള്ളതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്ത് ചെയ്യുന്നു, 1/3ൻ്റെ കൂടെ x1 ഞാൻ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് എടുക്കുന്നു. ആ ഫസ്റ്റ് ടൈമിൽ x1 ഉള്ളതുകൊണ്ട് അവിടെ 3 വന്നു. സെക്കൻഡ് ടൈമിൽ x1 ഇല്ല, 3x2 എന്നേ ഉള്ളൂ, അപ്പോൾ അവിടെ 0 വന്നു. തേർഡ് ടേമിൽ എന്താണ് 4x1 അല്ലേ, അതുകൊണ്ട് അവിടെ 4 എന്ന് വന്നു, 304 കണ്ടോ. ഇനിയോ രണ്ടാമത്തേലേക്ക് വരുമ്പോൾ 1/3ൻ്റെ കൂടെ x2 പുറത്തേക്ക് എടുക്കുമ്പോൾ ഫസ്റ്റ് ടൈമിൽ x2 ഇല്ല, അതുകൊണ്ട് 0 വന്നു. രണ്ടാമത്തെ ടൈമിൽ x2 ഉണ്ട്, അവിടെ എന്ത് വന്നു, 3 വന്നു. മൂന്നാമത്തെ ടൈമിൽ
x2 ഉണ്ട്, ഒരു 1x2 ആയതുകൊണ്ട് അവിടെ 1 വന്നു. ഇപ്പോൾ എന്തായി മാറി? ലീനിയർ കോമ്പിനേഷനായിട്ട് മാറി. രണ്ട് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് മാറി എന്ത്? W. അതായത് W is equal to span 304 and 3031 എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സിന് സ്പാൻ ആയിട്ട് Wനെ നമ്മൾ എന്ത് ചെയ്തു? മാറ്റി. സ്പാൻ 304 4031 എന്ന് പറഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എന്താണ്? ആ വെക്ടേഴ്സാണ്. അങ്ങനെയാണ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ രണ്ട് സ്കെയിലാർ എടുക്കുന്നു, അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതുന്നു, ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുന്നു. ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫേൻ്റെ ബീറ്റേൻ്റെ വാല്യൂ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അങ്ങനെ 0 എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? 304 ആൻഡ് 031 ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് കിട്ടും. ലീനിയർലി ഇൻഡിപെൻഡൻറ്റും പോരാത്തതിന് സ്പാനസ് ഇസ് ഈക്വൽ ടു W ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ ബേസിസ് ഓഫ് W. ഇറ്റ് ഈസ് എ ബേസിസ് ഓഫ് W എന്ന് കിട്ടി. ബേസിസ് ഓഫ് W ആണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ കാണാം, അതിൽ എത്ര വെക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. 304 എന്ന് പറഞ്ഞൊരു വെക്ടറും 031 എന്ന് പറഞ്ഞൊരു വെക്ടറും, ടോട്ടലി 2 വെക്ടറാണ് അവിടെ ഉള്ളത്. മൂന്നാമത്തത് കാണാൻ പറഞ്ഞത് എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞത് U ഇൻ്റർസെക്ഷൻ W അല്ലേ, അതിൻ്റെ ഡയമെൻഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ U ഇൻ്റർസെക്ഷൻ W എന്ന് പറഞ്ഞാലും x1 x2 x3 ആണ്, ബിലോങ്സ് ടു R3. രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. 2x1 - 3x2 + 5x3 = 0യും 4x1 + x2 - 3x3 = 0യും അല്ലേ. അപ്പോൾ U ഇൻ്റർസെക്ഷൻ ഫീൽഡിൽ ആ രണ്ട് കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ രണ്ട് ഇക്വേഷൻ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുന്നു. അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടി എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്താൽ x2 = 13/2 x1 x3 = 7/2 x1 എന്നും നമുക്ക് കിട്ടും. രണ്ട് എന്ത് കിട്ടി? x2നും x3ക്കും രണ്ടും ആ രണ്ട് ഇക്വേഷൻ കൂടി സോൾവ് ചെയ്താൽ നമുക്ക് ഇത് രണ്ടും കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വെക്ടർ v x1 x2 x3 അല്ലേ. വെക്ടർ v എന്ന് പറഞ്ഞാൽ x1 x2 x3 ആണ്. അപ്പോൾ അതിൽ x1 x2 x3യിൽ ഇവിടെ x2ന് പകരം 13/2 x1 എഴുതാം, x3ക്ക് പകരം 7/2 x1 എഴുതാം. ആ രണ്ടും എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് അതിൽ നിന്ന് 1/2 x1 കോമൺ ആയിട്ട് പുറത്തേക്ക് ഇടുന്നു. 1/2 x1 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ x1ൽ 1/2 ഇല്ലാത്തത് കൊണ്ട് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ 1/2 ഇല്ലാത്തത് കൊണ്ട് അവിടെ നമ്മൾ 2 ചേർത്ത് കൊടുക്കുന്നു കോമ്പൻസേറ്റ് ചെയ്യാൻ. 13/2 x1ൽ 1/2 x1 പുറത്തേക്ക് എടുത്ത ബാക്കി 13 ഉണ്ടാവും. 7/2 x1ൽ 1/2 x1 പുറത്തേക്ക് എടുത്ത ബാക്കി എന്തുണ്ടാവും? 7 ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്തായാലും ലീനിയർ കോമ്പിനേഷനാണ്. ഏത്? 2 13 7 എന്ന് പറയുന്ന വെക്ടറിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ടാണ് വീന് എന്ത് ചെയ്തിട്ടുള്ളത്? എഴുതി. വി എന്ന് പറഞ്ഞാൽ U ഇൻ്റർസെക്ഷൻ Wന് എഴുതിയിട്ടുള്ളത്. അതായത് ലീനിയർ കോമ്പിനേഷനായിട്ടാണ് U ഇൻ്റർസെക്ഷൻ Wന് സ്പാൻ 2 13 7 നമ്മൾ എഴുതിയത്. അപ്പോൾ 2 13 7 എന്ന് പറയുന്നത് ഒരു നോൺ സീറോ വെക്ടറാണ്. അത് ലീനിയർലി എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. നോൺ സീറോ വെക്ടറാണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ U ഇൻ്റർസെക്ഷൻ W ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണ്, പോരാത്തതിന് സ്പാൻ 2 1 13 7 ആണ്. അപ്പോൾ അത് ബേസിസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ബേസിസ് ഓഫ് U ഇൻ്റർസെക്ഷൻ Wയിൽ എത്ര എലമെൻ്റാണ് ഉള്ളത്? ഒരേ ഒരു എലമെൻ്റാണ് 2 13 7 എന്ന് പറയുന്ന ഒരേ ഒരു വെക്ടറാണുള്ളത്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് U ഇൻ്റർസെക്ഷൻ Wയിൽ ആൻസർ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിലെ എന്ത് വരുന്നത്? പ്രോബ്ലംസ് വരുന്നത്. ശരിക്കും എഴുതി ചെയ്ത് തന്നെ എന്ത് ചെയ്യുക? പ്രോബ്ലംസും തിയറംസും പഠിക്കണം, എന്നാലേ ക്ലിയർ ആവുള്ളൂ. നല്ല കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉള്ളൊരു സെക്ഷനാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ.